നമസ്കാരം. ഒരു യുവ നേതാവിനെതിരെ ഒരു നടിയുടെ ഗുരുതര ആരോപണവും വെളിപ്പെടുത്തലും ഉണ്ടായ മണിക്കൂറാണ് കടന്നുപോകുന്നത്. നടി റിനി ആൻഡ് ജോർജാണ് യുവ നേതാവിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. അശ്ലീല സന്ദേശങ്ങൾ അയച്ചുവെന്നും ഹോട്ടലിലേക്ക് ക്ഷണിച്ചെന്നും അടക്കം ഗുരുതരമായ ആരോപണങ്ങളാണ് ഈ യുവ നേതാവിനെതിരെ നടി ഉന്നയിക്കുന്നത്. 3.5 വർഷം മുൻപ് സമൂഹ മാധ്യമത്തിലൂടെയാണ് പരിചയപ്പെട്ടത്. യുവ നേതാവിനെക്കുറിച്ച് സീനിയർ നേതാക്കളോട് പരാതി പറഞ്ഞിരുന്നു. എന്നിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. കൂടുതൽ സ്ഥാനമാനങ്ങൾ യുവ നേതാവിന് ലഭിച്ചുവെന്നും ഈ നടി വെളിപ്പെടുത്തി. എന്തുകൊണ്ട് നേതാവിന്റെ പേര് വെളിപ്പെടുത്തുന്നില്ല എന്ന ചോദ്യത്തോട് പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ലെന്നും ആ വ്യക്തി ഉൾപ്പെട്ട പ്രസ്ഥാനത്തിലുള്ള പലരുമായും നല്ല ബന്ധമാണെന്നും പ്രസ്ഥാനത്തിന് ബുദ്ധിമുട്ട് സൃഷ്ടിക്കാതിരിക്കാനാണ് പേര് പറയാതിരിക്കുന്നതെന്നും റിനി ആൻഡ് ജോർജ് പറയുന്നു. ആ നടിയുടെ വെളിപ്പെടുത്തൽ കേൾക്കാം. അത് ആക്ച്വലി ഞാൻ കൗമുദി മൂവീസിന് വേണ്ടി നൽകിയൊരു ഇൻ്റർവ്യൂ ആണ്. ആ ഇൻ്റർവ്യൂവിൽ സ്ത്രീകൾക്കെതിരായിട്ടുള്ള പ്രശ്നങ്ങളും സ്ത്രീകൾ വിവിധ മേഖലകളിൽ ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങളെക്കുറിച്ചായിരുന്നു ഞങ്ങൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ അതിനിടയിൽ എൻ്റെ ഒരു അനുഭവം, എനിക്ക് നേരിട്ട ഒരു അനുഭവത്തെക്കുറിച്ച്, എനിക്കുണ്ടായ ഒരു അനുഭവത്തെക്കുറിച്ച് ഞാൻ ആ ഇൻ്റർവ്യൂവിൽ വ്യക്തമാക്കുകയായിരുന്നു. അനുഭവം അതിൽ തന്നെ പറയുന്നുണ്ട്. എനിക്ക് ഒരു യുവ നേതാവിൽ നിന്ന് മോശമായിട്ടുള്ള ചില അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക, അങ്ങനെയൊക്കെയുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. അതായിരുന്നു ഞാൻ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു നേതാവിന്റെ പേരിൽ സോഷ്യൽ മീഡിയ വലിയ ആരോപണ പ്രത്യേകം നടക്കുന്നുണ്ട്. ആ നേതാവ് തന്നെയാണോ അത് താങ്കൾക്ക് പേര് പറയാൻ താല്പര്യമില്ല? അല്ല, ഞാൻ അങ്ങനെ ഒരു വ്യക്തിയെക്കുറിച്ച് എടുത്തു പറയാൻ അല്ലെങ്കിൽ ഇന്ന പാർട്ടിയാണ് എന്നുള്ള രീതിയിൽ പറയാൻ ഞാൻ എടുത്തു പറയുന്നില്ല. കാരണം എനിക്കങ്ങനെ ഒരു പാർട്ടിയെയും ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനത്തെ ഉദ്ദേശങ്ങളോ ഇല്ല. ഞാൻ ഫേസ് ചെയ്ത ഒരു പ്രശ്നം, എൻ്റെ ഒരു മനസ്സിൽ തോന്നിയ ഒരു കാര്യം ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ്. അപ്പോൾ സോഷ്യൽ മീഡിയയിൽ വരുന്ന അതിനെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് അങ്ങനെ അതിനെക്കുറിച്ച് അഭിപ്രായം ഒന്നും പറയുന്നില്ല. ഞാൻ പ്രത്യേകിച്ച് ഉണ്ടായ സമയത്ത് ഹൂ കെയർസ് എന്നായിരുന്നു ആ വ്യക്തിയുടെ റിപ്ലൈ. അപ്പൊ അത് തന്നെ കോട്ട് ചെയ്തുകൊണ്ടാണ് അഭിമുഖത്തിൽ പറയുന്നത്. അതേ നേതാവ് തന്നെയാണോ? അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ, സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് ഒരു സ്ഥലത്ത് നമ്മൾ പറയുമ്പോൾ പലർക്കും പല മാന്യദേഹങ്ങളുടെ ആറ്റിറ്റ്യൂഡ് ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡാണ്. അതുകൊണ്ടാണ് ഞാൻ അത് പ്രയോഗിച്ചത്. ഹൂ കെയേഴ്സ് എന്ന് തന്നെയാണ്, അത് തന്നെയാണ് ഹൂ കെയേഴ്സ്. ഇപ്പോ ഇത് പ്രതിപക്ഷ നേതാവിന്റെ നാട് കൂടിയാണ്, വളരെ അടുത്ത ബന്ധമുള്ളവരാണ് നിങ്ങൾ കുടുംബമായിട്ടൊക്കെ. അപ്പോൾ അവരോട് ആരോടെങ്കിലും ഈ പ്രശ്നം ഉന്നയിച്ചിരുന്നു? ഞാൻ പല ഫോറങ്ങളിൽ പറഞ്ഞിട്ടുണ്ട്. അത് ഞാൻ ഇന്ന ആളെയാണ് ഇന്നതാണ് എന്നുള്ള രീതിയിൽ പറയുന്നില്ല. എൻ്റെ വിഷമങ്ങൾ ഞാൻ പലയിടത്തും ഷെയർ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനോടെല്ലാം ഒരു ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ പ്രത്യേകിച്ച് ഒരു വ്യക്തിനെ കുറിച്ച് അങ്ങനെ എടുത്തു പറയുന്നില്ല. എന്നെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ സ്വന്തം പിതാവിനെ. സ്ഥാനമാനങ്ങൾ ലഭിച്ചു. അതായത് നമ്മൾ ഇതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങളിൽ പറഞ്ഞതിന് ശേഷവും ആ വ്യക്തിക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അത് താങ്കൾ തന്നെ പറയുന്നുണ്ട് മറ്റു പലർക്കും സമാനമായ അനുഭവങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന്. പിന്നെ എന്തുകൊണ്ടാണ് ആ വ്യക്തിനെ പേര് പറയുന്നത്? സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിലാണെന്ന് പറഞ്ഞത്. അപ്പം ഇങ്ങനൊരു ദുരനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ അത് സ്ത്രീകൾക്ക് ഇനി അതൊരു ഇതായി മാറില്ല. അല്ല, അത് പേര് പറയാത്തതിന്റെ കാരണം ആ വ്യക്തി ഉൾപ്പെട്ടിരിക്കുന്ന പ്രസ്ഥാനത്തിൽ പലരുമായിട്ടും എനിക്ക് വളരെ അടുത്ത സ്നേഹബന്ധവും സൗഹൃദവും ഉണ്ട്. അപ്പൊ ആരെയും ഇത് ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഇനി ഉണ്ടാവുകയാണെങ്കിൽ അത് അപ്പോൾ നമ്മൾ ആലോചിക്കും. അദ്ദേഹത്തെ സോഷ്യൽ മീഡിയ വഴിയാണ് പരിചയപ്പെട്ടത്. ആദ്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ തന്നെ ഇത്തരത്തിലുള്ള ആറ്റിറ്റ്യൂഡിലേക്കാണ് വന്നത്. അതായത് എന്നെ നേരിട്ട് കണ്ടിട്ട് പോലുമില്ല, എനിക്ക് മെസ്സേജുകൾ അയക്കുകയാണ് ചെയ്തത്. അപ്പോൾ തന്നെ മോശം രീതിയിൽ മെസ്സേജ് അയച്ചപ്പോൾ അതെനിക്ക് വളരെ ഷോക്കിംഗ് ആയിരുന്നു. കാരണം ഇങ്ങനെ ഒരാളിൽ നിന്ന് നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല. നല്ലൊരു സൗഹൃദമാണ് പ്രതീക്ഷിച്ചത്. ആ സമയത്ത് തന്നെ പറഞ്ഞില്ല. നമ്മൾ ആദ്യം ഫയർ ചെയ്തായിരുന്നു. അതിനുശേഷം ഞാൻ ഉപദേശിച്ചായിരുന്നു, ഇങ്ങനെ ആകരുത്, കാരണം നിങ്ങളൊരു യുവ നേതാവാണ്, വളർന്നു വരുന്ന ഒരു മിടുക്കനായ ഒരു വ്യക്തിയാണ്, അപ്പോൾ നിങ്ങൾ സമൂഹത്തിന് മാതൃകയാവേണ്ട ഒരാളാണ് എന്നെല്ലാം ഞാൻ ഉപദേശിച്ചിരുന്നു. പക്ഷെ അങ്ങനെ ഉപദേശിച്ചു കഴിഞ്ഞപ്പോഴും അദ്ദേഹം പറഞ്ഞത് പ്രമാദമായ സ്ത്രീപീഡന കേസിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്തു സംഭവിച്ചു എന്നെന്നോട് ചോദിച്ചു. ചാനൽ ചർച്ചകളിലൊക്കെ സജീവമായ മുഖം
എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ആൾ തന്നെയാണ്. ചാനൽ ചർച്ചയിൽ ആണെങ്കിലും ഇതിലാണെങ്കിലും സമരമുഖങ്ങളിലാണെങ്കിലും എല്ലായിടത്തും സജീവമായിട്ട് നിൽക്കുന്ന ഒരു നേതാവാണ്. അത് ഞാൻ 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം വരണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ശരിക്കും ഫയർ ചെയ്തു, നന്നായിട്ട് ഫയർ ചെയ്തു. അതിനുശേഷം കുറെ നാൾ പിന്നീട് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ വീണ്ടും അത്തരത്തിലുള്ള അതാണ് വിഷയം. താങ്കൾ ഈ വിഷയം ആ പാർട്ടിയുടെ മുതിർന്ന നേതാക്കളോട് സംസാരിച്ചു. അതിനുശേഷവും ഈ വ്യക്തിയിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്ന് പറയുമ്പോൾ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതല്ലേ? എക്സ്പോസ് ചെയ്യപ്പെടണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയുമെങ്കിലും ഒക്കെ പറയാൻ തയ്യാറായത്. എക്സ്പോസ് ചെയ്യപ്പെടണം. സമൂഹ മാധ്യമങ്ങളിലെല്ലാം ആ വ്യക്തിയെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ വന്നതുമാണ്. അപ്പൊ അത് തന്നെ ഹൂ കെയേഴ്സ്. അതാണ് സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റി നിർത്തണമെന്നുള്ള ഒരു നിലപാടുണ്ടോ? അങ്ങനെ ഒരു നിലപാട് എനിക്ക് ആദ്യം തന്നെ ഉണ്ടായിരുന്നു. ഞാൻ അതുകൊണ്ടാണ് അതിന് വേണ്ടിയിട്ടുള്ള രീതിയിൽ, പക്ഷെ അതുണ്ടായില്ല. സ്ത്രീകളുടെ ദുരനുഭവങ്ങളാണെന്ന് പറയുന്നു, നേരിട്ടൊരു ദുരനുഭവമാണെന്ന് പറയുന്നു. അപ്പം അങ്ങനെ ഒരാള് ഈ പൊതുസമൂഹത്തിൽ ഇപ്പൊ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിച്ച് നടക്കുമ്പോൾ പുള്ളി തന്നെ ചോദിക്കുന്നുണ്ട്, പ്രമാദമായ സ്ത്രീ പീഡന കേസുകളിൽ പെട്ടവർക്ക് ഒരു പ്രശ്നമില്ലായിരുന്നു. അപ്പൊ അങ്ങനെ പോകുമ്പോൾ അതിന് ഒരു വളം വെച്ച് കൊടുക്കുന്ന അല്ല. അതിനെന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഞാൻ തുറന്നു പറഞ്ഞത് എന്റെ പേഴ്സണൽ വിഷയമായിട്ടല്ല. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് 2-3 അശ്ലീല സന്ദേശങ്ങൾ വന്നു, ഞാനതിനെ ഇഗ്നോർ ചെയ്തു, ഞാനതിനെ നേരിട്ടു. എന്നെ സംബന്ധിച്ച് ഇത് എനിക്ക് വ്യക്തിപരമായിട്ടൊരു പ്രശ്നമേ അല്ല. ഞാൻ അതുകൊണ്ട് തന്നെയാണ് കേസായിട്ട് ഒന്നും മുന്നോട്ട് പോകാണ്ടിരുന്നത്. പക്ഷെ എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് വെച്ചാൽ, സമീപകാലത്ത് സോഷ്യൽ മീഡിയയിൽ ഈ പറഞ്ഞ വ്യക്തിയെക്കുറിച്ച് ചില കാര്യങ്ങളൊക്കെ വന്നപ്പോൾ ഇത് പല സ്ത്രീകളും നേരിടുന്നുണ്ടെന്നും ഇത് ഞാൻ എവിടെയെങ്കിലും ഒരു സ്ത്രീ പോലും സംസാരിക്കുന്നില്ല, ഒരു സ്ത്രീ പോലും ഇതിനെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല. അപ്പോൾ എനിക്ക് തോന്നി ഞാനത് സംസാരിക്കുന്നതിൽ തെറ്റില്ല എന്ന് തോന്നി. പക്ഷെ എനിക്ക് പേഴ്സണലി അങ്ങനെ പ്രശ്നങ്ങളില്ല. പ്രശ്നങ്ങളില്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ അത് ടേക്കപ്പ് ചെയ്യാത്തത്. അത് ടേക്കപ്പ് ചെയ്യേണ്ടത് അത്തരത്തിൽ പ്രശ്നങ്ങൾ നേരിട്ടു എന്ന് പറയപ്പെടുന്ന സ്ത്രീകളാണ്. അങ്ങനെയുള്ള സ്ത്രീകൾ ഉണ്ടെന്നുള്ളത് ഞാൻ പല ഫ്രണ്ട്സിൽ നിന്നും മനസ്സിലാക്കുന്നു. അവരാണ് അതിനെ കൂടുതൽ ടേക്കപ്പ് ചെയ്യേണ്ടത്. കാരണം എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ഹാമൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ഞാനിത് പറയാൻ കാരണം ആരും പറയുന്നില്ല, ഒരു സ്ത്രീ പോലും പറയുന്നില്ല. ഉണ്ടായിട്ടുണ്ട്. താങ്കൾ പറയുന്നത് വലിയ ഗൗരവമുള്ള ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, താങ്കൾക്ക് ഈ ദുരനുഭവം ഉണ്ടായി. ആ ദുരനുഭവം ഉണ്ടായപ്പോൾ താങ്കൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട നേതാക്കന്മാരോട് ഈ വിഷയം പറഞ്ഞു. ആ വിഷയം പറഞ്ഞിട്ടും അവർ ഇക്കാര്യത്തിൽ ഒരു ഗൗരവമുള്ള നിലപാടെടുക്കുകയോ ഇത് കറക്റ്റ് ഇടപെടുകയോ ചെയ്തിട്ടില്ല എന്നുള്ളത് ദുഃഖകരമല്ലേ? വളരെ എന്ത് നീതിയാണ്? നീതിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ സംസാരിക്കുന്നത്. ആദ്യത്തെ മെസ്സേജ് എത്ര മാസം മുമ്പായിരുന്നു? 3.5 വർഷം മുമ്പായിരുന്നു. ഇത് നേതാക്കന്മാരോട് പറഞ്ഞപ്പോൾ അവരുടെ മറുപടി എന്തായിരുന്നു? നമ്മൾ പരിഹരിക്കും, പ്രശ്നങ്ങളൊന്നുമില്ല, മോള് വിഷമിക്കണ്ട. അതിനുശേഷമാണ് ഈ തെറ്റ് ചെയ്തവരെല്ലാം ഇരുട്ടത്ത് നിൽക്കട്ടെ എന്നുള്ളതാണോ താങ്കളുടെ ഒരു നിലപാട്? അങ്ങനെയല്ല ഞാൻ പറയുന്നത്. അയാൾ കാരണം പീഡനങ്ങൾ, ഞാൻ പീഡനമൊന്നും അനുഭവിച്ചിട്ടില്ല. ഞാൻ പറയുന്നത് എനിക്ക് കുറച്ച് സന്ദേശങ്ങൾ വന്നു, അത്രയേ ഉള്ളൂ. അയാൾ കാരണം പീഡനം അനുഭവിച്ച പെൺകുട്ടികൾ ധൈര്യത്തോടെ മുന്നോട്ട് വന്ന് പറയണം. ചില കാര്യങ്ങളൊക്കെ നമ്മൾക്ക് അറിയാം, ഫ്രണ്ട്സിൽ നിന്നും അങ്ങനെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ അറിയാം. അതെ, ഒരാളെങ്കിലും, ഞാൻ ആ ഫേസ് ചെയ്ത സ്ത്രീകൾക്ക് വേണ്ടി, സ്ത്രീകളുടെ ഒരു റെപ്രസെന്റേറ്റീവ് എന്നുള്ള നിലയിൽ ഒരാളെങ്കിലും ഇതിനെക്കുറിച്ച് ഒന്ന് ടേക്കപ്പ് ചെയ്യണം, അറ്റ്ലീസ്റ്റ് ഒന്ന്. അല്ല, അതിനകത്ത് ആദ്യം സമൂഹ മാധ്യമങ്ങളിൽ വന്നപ്പോ തന്നെ അത് മെയിൻ സ്ട്രീം മീഡിയ ഒന്നും അത് എടുത്തുപോലുമില്ല. അപ്പൊ അതുകൊണ്ടാണ് ഒരാളെങ്കിലും അത് പറയണ്ടേ എന്നുള്ള രീതിയിലാണ് അത് പറഞ്ഞത്. വലിയ ഗൗരവമാണ്. കാരണം ഇങ്ങനെ ഒരു നേതൃത്വത്തിൽ ഇരിക്കുന്ന വ്യക്തി ഒരുപാട് പേർക്ക് ഇങ്ങനെ ശല്യമായി മാറുന്നു, എന്നിട്ട് ആ വ്യക്തിനെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുന്നു എന്നൊക്കെ പറയുന്നത് വലിയൊരു സംരക്ഷണ സംവിധാനം തന്നെ ഈ വ്യക്തിക്കുണ്ട്. ഞാൻ ഈ വ്യക്തിയോട് പറഞ്ഞായിരുന്നു, ഞാനിത് പറയും, ഞാനിത് പറഞ്ഞു കൊടുക്കും, ഞാനിത് കംപ്ലൈന്റ് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പോയി പറയും ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. എന്നിട്ടാണ് പറയുന്നത് പൊതുസമൂഹത്തിലെ പ്രധാനപ്പെട്ട ഒരു പൊസിഷൻ അലങ്കരിക്കുന്നു, അത് ഏറ്റവും വലിയ പാർട്ടിയുടെ ഒരു ജനപ്രതിനിധിയായിട്ടുണ്ട്. അപ്പൊ അന്നൊക്കെ പറയുമ്പോൾ താങ്കൾ തന്നെ പറയുമ്പോൾ പേര് എക്സ്പോസ് ചെയ്യാത്തത് അത് അദ്ദേഹത്തിന് വീണ്ടും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനകത്ത് ഒരു ഊർജ്ജം പകരല്ലേ? മീറ്റു മൂവ്മെന്റിന്റെ സമയത്ത് നെയിം ആൻഡ് ഷെയിം എന്നുള്ളത് ഒരു മൂവ്മെന്റ് ആയിരുന്നു. താങ്കൾക്ക് അതെന്തുകൊണ്ട് ഉപയോഗിച്ചുകൂടാ? അതാണ് ഞാൻ പറഞ്ഞത്. ആ പ്രശ്നങ്ങൾ ഫേസ് ചെയ്ത സ്ത്രീകൾ മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ അതൊരു ചെറിയ കാര്യം, എൻ്റെ അനുഭവം ഞാനത് വ്യക്തമാക്കി, ഇങ്ങനെയാണ് സംഭവം എന്നുള്ളത്. അതെന്താണ് ആരാണെന്നുള്ളതും നമുക്കറിയാം. പക്ഷെ അത് കൂടുതൽ അത് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്, ടേക്കപ്പ് ചെയ്യേണ്ടത് ആ പ്രസ്ഥാനത്തിൽ തന്നെയുള്ള
സ്ത്രീകളും പ്രസ്ഥാനമാണെന്നെങ്കിലും പറയാമല്ലോ. ചുരുങ്ങിയ പക്ഷം അത്രയും പരിചയത്തിനിടയിൽ വായിക്കുക എന്ന് പറയുമ്പോൾ താങ്കൾ സംസാരിച്ചിട്ടുണ്ടെന്ന് പലതവണ പറഞ്ഞു. പക്ഷെ അത് ഏത് പ്രസ്ഥാനമാണെന്ന് യുവജന സംഘടനയുടെ നേതാവാണെങ്കിൽ അതെങ്കിലും ഞാൻ ഒരു പ്രസ്ഥാനത്തിനെയും തേജോവധം ചെയ്യാനോ പറയാനോ ഉദ്ദേശിക്കുന്നില്ല. അതിന്റെ കാരണം എന്താന്ന് വെച്ചാൽ എനിക്ക് ആ പ്രസ്ഥാനത്തോടുള്ള വലിയ അടുപ്പവും സ്നേഹവും കൊണ്ട് തന്നെ ഞാൻ അവരോട് ഒരു കാര്യമാണ് പറയാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ ഇത്തരത്തിലുള്ള ആൾക്കാരെ ഇങ്ങനെ നിർത്തിക്കൊണ്ട് പോകരുത്. ധാർമ്മികത വേണം, കുറച്ചെങ്കിലും രാഷ്ട്രീയത്തിൽ ധാർമ്മികത വേണം. എന്നോട് ഒരാൾ പറഞ്ഞു ധാർമ്മികത കൊണ്ടൊന്നും രാഷ്ട്രീയത്തിൽ പോകാൻ കഴിയില്ല. രാഷ്ട്രീയത്തിലുള്ള ഒരു വ്യക്തി തന്നെ പറഞ്ഞു. അതൊക്കെ എന്നെ വേദനിപ്പിച്ചിട്ടുണ്ട്. ധാർമ്മികതയോട് അല്ല, അത് അവര് എടുക്കണമല്ലോ. കാരണം എന്താന്ന് വെച്ചാല് ഈ പറയുന്ന വ്യക്തിക്കെതിരെ പരാതികൾ വരുന്നുണ്ട്. ഇതിനകത്ത് തന്നെ പരാതികൾ വരുന്നുണ്ട്. അതെ, പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അതിനകത്ത് പോലും, അതായത് ആ പ്രസ്ഥാനത്തിലുള്ള നേതാക്കന്മാരുടെ ഭാര്യമാർക്കും പെൺമക്കൾക്കും വരെ ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. എന്നിട്ട് എന്തുകൊണ്ടാണ് സ്വന്തം ഭാര്യയും സ്വന്തം മകളെയും സംരക്ഷിക്കാൻ കഴിയാത്ത ഈ രാഷ്ട്രീയ നേതാക്കന്മാർ ഏത് സ്ത്രീയെ സംരക്ഷിക്കുമെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെ, സ്ത്രീകൾ തന്നെയാണല്ലോ ഇതൊക്കെ വോട്ട് ചെയ്ത് ജയിപ്പിക്കുന്നതും. അതായത് റീൽസും ഇതൊക്കെ നോക്കിക്കൊണ്ട്. അങ്ങനെ ഞാൻ പറയുന്നില്ല. ഈ രീതിയിൽ വരുന്നതും ഒക്കെ സ്ത്രീകൾ തന്നെയാണ്. അതിനുശേഷം ആ പാർട്ടിയിൽപ്പെട്ട മുതിർന്ന നേതാക്കന്മാർ ആരെങ്കിലും ബന്ധപ്പെടുകയോ വിവരങ്ങൾ തേടുകയോ ചെയ്തിട്ടുണ്ടോ? അതിനെക്കുറിച്ച് ഞാൻ ബന്ധപ്പെട്ട് അതിന് പേര് പറയണ്ട, പാർട്ടിയും പറയണ്ട, അതിനെക്കുറിച്ച് ഞാൻ പ്രതിപക്ഷ നേതാവ് പിതാവിനെ പോലെയാണെന്ന് പറഞ്ഞു. പ്രതിപക്ഷ നേതാവിനോട് ഈ പ്രശ്നം ഉന്നയിച്ചപ്പോൾ അദ്ദേഹം കൂടെ ഉണ്ട് എന്നാണ് പറഞ്ഞത്. ഞാൻ പലരുടെ അടുത്തും ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. കൂടെ ഉണ്ട് എന്നൊക്കെ ഉള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്, നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവിന് ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കാണും, കാരണം താങ്കളുടെ MLA കൂടിയാണ്. ഞങ്ങൾ തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് കാണാറുണ്ട്. ഞങ്ങൾ അത്രയും സ്നേഹമുണ്ട്. അപ്പൊ എന്തായാലും കാണും. അത് ഇത് ഈ വിഷയം അല്ലെങ്കിലും ആണെങ്കിലും നമുക്ക് ഈ പേര് പറയുന്നതിനപ്പുറം ഈ സംഘടന നേതാക്കളെ നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. അവരെയൊക്കെ കാണുമ്പോൾ സംസാരിക്കാം, അല്ലെങ്കിൽ സംഘടനയിൽ ആഭ്യന്തരമായിട്ട് പരാതി കൊടുക്കാം, പുറത്തു പറയുന്നില്ലെങ്കിൽ. അതൊക്കെ നടന്നിട്ടുണ്ടോ? അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവ് അടക്കമുള്ളവരോട് ആശയവിനിമയം നടത്തിയിട്ടുണ്ടോ? ഞാൻ വേണ്ടിയിടത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞതിന് ഒരു നീക്കുപോക്കും ഇല്ലാതെ ആ വ്യക്തിയെ പല സ്ഥാനങ്ങളിൽ എത്തിക്കുകയും പിന്നീടും പല സ്ത്രീകൾക്കും പല ദുരനുഭവങ്ങളും ഉണ്ടായതുകൊണ്ട് ഞാൻ ഇനിയും മൗനമായിട്ടിരിക്കുന്നതിനോട് എനിക്ക് യോജിപ്പ് തോന്നിയില്ല. അപ്പോൾ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ ആ വിഷയം, സ്ത്രീകളുടെ വിഷയങ്ങൾ പറഞ്ഞപ്പോൾ അത് പറഞ്ഞു. എല്ലായിടത്തും സ്ത്രീകൾ ഇതുപോലത്തെ പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ആക്ച്വലി ബ്ലോക്ക് ചെയ്തിട്ടില്ല. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ സുഹൃത്തായിട്ടാണ് കണ്ടിരുന്നത്. ഞാൻ ഫയർ ചെയ്യുകയാണ് ചെയ്തത്. പിന്നീട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല എന്നാണ് വിചാരിച്ചത്. പിന്നീട് അത് ഞാൻ ഉപദേശിച്ചു. കാരണം എന്നെ സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചത് ആ വ്യക്തി എന്നോട് എങ്ങനെ പെരുമാറുന്നു എന്നുള്ളതല്ല, ഒരു രാഷ്ട്രീയ നേതാവ് ഇങ്ങനെ ആകാമോ എന്നുള്ളതായിരുന്നു എന്റെ ക്വസ്റ്റ്യൻ. എന്റെ വിഷയം അതായിരുന്നു. അത് തന്നെയാണ് ഇപ്പോഴും എന്റെ വിഷയം. അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്ക് ആ വ്യക്തിയോട് ഒരു പ്രശ്നമില്ല. തീർച്ചയായിട്ടും അതുകൊണ്ടാണല്ലോ പറഞ്ഞത്, പ്രമാദമായ സ്ത്രീപീഡന കേസുകളിൽപ്പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു എന്നാണ് എന്നോട് ചോദിച്ചത്. അതായത് അത് നമ്മുടെ സമൂഹം ചെയ്യുന്ന ഒരു തെറ്റും കൂടിയാണ്. ഇത്തരത്തിൽ ആരോപണ വിധേയരാകുന്ന വ്യക്തികളെ നമ്മൾ ജയിപ്പിച്ച് അവരെ ഭരണത്തിലേക്ക് കൊണ്ടുവരുവാണ്. അപ്പൊ യുവ നേതാക്കന്മാർക്ക്, കടന്നു വരുന്നവർക്ക് എനിക്ക് എന്തും ആവാം, എന്തും ചെയ്യുന്നതിന് ഞാൻ രാഷ്ട്രീയം തിരഞ്ഞെടുക്കാം എന്ന് ചിന്തിക്കുന്നുണ്ട്. അത് സമൂഹം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അതാണ് ഞാൻ എന്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. സ്ത്രീകൾ അതിനെക്കുറിച്ച് ചിന്തിക്കണം. സ്ത്രീപക്ഷ നേതാക്കന്മാരെയും അതുപോലെ തന്നെ സ്ത്രീകളെയും ജയിപ്പിക്കാൻ ശ്രമിക്കണം. അല്ലാതെ റീൽസോ എന്തെങ്കിലും ചിരിക്കുന്നതോ കളിക്കുന്നതോ കണ്ട് നിർത്തിയിട്ട് കാര്യമില്ല. അവർ യഥാർത്ഥത്തിൽ ആരാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരാള് പോലും പറഞ്ഞില്ലല്ലോ. അങ്ങേറ്റം അഭിനന്ദനാർഹമായ കാര്യമാണെന്ന് പറയുമ്പോഴും ഈ പേര് പറയാതെ സംഘടനയെ സംരക്ഷിക്കുന്നത് അത് അങ്ങേറ്റം ഒരു നീതികേടാണ്. ഞാൻ പറയട്ടെ, ഏതൊരു വ്യക്തിക്കും നമ്മൾ പല അവസരങ്ങൾ കൊടുക്കണമല്ലോ. ഒരു വ്യക്തിക്ക് ഒരു സെക്കൻഡ് ലൈഫ് ഉണ്ട്, നന്നാവാനുള്ള അവസരങ്ങളുണ്ട്. നമ്മൾ പലതവണ ഉപദേശിച്ചു, പല രീതിയിൽ ശ്രമിച്ചു.
ഇപ്പോൾ ഇങ്ങനെയും ശ്രമിക്കുന്നു. ഇനിയും ഇങ്ങനെയുള്ള ഒരു മുന്നോട്ട് പോകലാണെങ്കിൽ നമ്മളത് ആലോചിക്കും. വ്യക്തിപരമായിട്ടല്ല, വ്യക്തിപരമായിട്ട് എനിക്ക് അയാളോട് ദേഷ്യം നിൽക്കുന്നത്. ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കിയത് വ്യക്തിപരമാണ്, ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡാണ്. അല്ലാതെ താങ്കളുടെ നേതാക്കന്മാരുടെ ഭാര്യമാർ, മക്കൾ എന്നൊക്കെ പറയുന്നത് അല്ലേ, അങ്ങനെ പോലും അങ്ങനെ ഒരു ഹാബിച്വൽ ഒഫൻഡർ അല്ലെങ്കിൽ ഹാബിച്വൽ മൊളസ്റ്റർ എന്ന നിലയ്ക്ക് കാണേണ്ട ഒരാളായിട്ട് നമ്മൾ പരിഗണിക്കണം. എക്സ്പോസ് ചെയ്യപ്പെടേണ്ട സമൂഹത്തിന് മുൻപിൽ എന്നുള്ളതാണ്. സമൂഹത്തിന് മുന്നിൽ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതാണ്. അത് നിങ്ങൾ തന്നെ എക്സ്പോസ് ചെയ്തോളൂ. ഞങ്ങളെങ്ങനെ പറയും ഒരു പേര്, ആരെങ്കിലും പേര് പറയാതെ? അല്ല, അതാണ് ഞാൻ പറഞ്ഞല്ലോ, ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്. നമ്മളിപ്പോൾ ഒരു പേര് പറയുകയാണെങ്കിൽ അത് മാധ്യമ സൃഷ്ടിയാണെന്ന് അവരത് വ്യാഖ്യാനിക്കും, അത് മറ്റൊരു തലത്തിലേക്ക് നീങ്ങും. പക്ഷെ താങ്കൾ തന്നെയാണ് പറയുന്നത്, അത് താങ്കൾ തന്നെ ആ പേര് എക്സ്പോസ് ചെയ്യുമ്പോൾ അതനുസരിച്ച് തന്നെ മുന്നോട്ട് പോകാനും സാധിക്കും. ഏത് സംഘടനയുടെ ഭാഗമായ അല്ല, ഏത് പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രതിനിധീകരിക്കുന്നു അവർക്ക് ഉത്തരവാദിത്വം ഉണ്ട്. ഞാൻ പറയുന്നത് അവർ ഇനിയെങ്കിലും ഉത്തരവാദിത്വം എടുക്കണം എന്നുള്ളതാണ്, ഒരു ധാർമ്മികതയോടെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ്. പ്രസ്ഥാനത്തിന്റെ പേര് മാത്രം. ഞാൻ ഒരു പ്രസ്ഥാനത്തെയും അങ്ങനെ വിശ്വസിക്കുന്നില്ല. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ട പല നേതാക്കന്മാരും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാൻ താങ്കളുടെ MLA പ്രസ്ഥാനമാണല്ലേ? അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. അല്ല, ഏത് സംഘടനയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന പറഞ്ഞൂടെ? ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്, അതാണ്. അപ്പൊ ഹൂ കെയേഴ്സ് എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞ ആൾ തന്നെയാണല്ലേ? ഹൂ കെയേഴ്സ്, അതാണ് ആറ്റിറ്റ്യൂഡ്, അതാണ് പ്രശ്നം. ഇപ്പോഴും ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്, മാധ്യമങ്ങൾക്ക് മുന്നിൽ മുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണ്. എല്ലായിടത്തും ഉള്ള ഒരു ആറ്റിറ്റ്യൂഡ് അങ്ങനെയാണല്ലോ. അതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല. നമ്മൾ കേസായിട്ട് മുന്നോട്ട് പോയാലും സംഘടനയിൽ മുന്നോട്ട് പോയാലും ഒരു സ്ത്രീകൾക്ക് നീതിയില്ല. അതാണ് എന്റെ വിഷയം. ഞാൻ അതാണ് അന്നത്തെ ഇന്റർവ്യൂവിൽ പറഞ്ഞത്. നമുക്ക് ഒരു തരത്തിലും ഒരു സ്ഥലത്തും നീതി ഇല്ല എന്നുള്ളത്. ഞാനിനി ഇപ്പൊ പേര് പറഞ്ഞ് മുന്നോട്ട് പോയാലും ഒരു നീതി കിട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അപ്പൊ എന്റെ ലൈഫ് ഡേഞ്ചർ ആക്കാന്നല്ലാതെ ഇതിനകത്ത് എനിക്ക് ഒരു നീതിയും കിട്ടാൻ പോകുന്നില്ല. നിങ്ങൾ കുറച്ചു ദിവസം കഴിയുമ്പോൾ പോകും. ഒരു നീതി, ഒരു സ്ത്രീക്കും ഒരു നീതിയും ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് സ്ത്രീകളൊന്ന് ശ്രദ്ധിക്കണം. കാരണം നമ്മൾ ഇത്രയും പോപ്പുലേഷൻ ഉണ്ടായിട്ട് പോലും നമ്മൾ തെരഞ്ഞെടുത്ത് വെച്ചിരിക്കുന്നത് ആരൊക്കെയാണ് എന്നൊന്ന് ചിന്തിക്കുന്നതല്ല. പറഞ്ഞുകൂടായിരുന്നു ആ തെരഞ്ഞെടുപ്പ് സമയത്ത്, ആ വ്യക്തി മത്സരിച്ച തെരഞ്ഞെടുപ്പ് സമയത്ത് സ്ത്രീകളുടെ അറിവിലേക്കായിട്ട് താങ്കൾക്ക് പറഞ്ഞുകൂടായിരുന്നു? ആ സമയത്ത് അങ്ങനെ എന്താ പറയാ, ഞാൻ കൂടുതൽ ഈ വ്യക്തിയെ കുറിച്ച് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഞാൻ വിചാരിച്ചത് ചെറിയ സംസ്ഥാനത്തെ ഒരു ജനപ്രതിനിധിക്ക് നേരെയാണോ ഈ ആരോപണം? ഞാനത് പറഞ്ഞല്ലോ, ഞാനത് പേരെടുത്ത് പറയുന്നില്ല. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ്. ഹൂ കെയേഴ്സ് എന്ന ജനപ്രതിനിധിയാണല്ലേ? ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ്. ഒരു പേര് പറഞ്ഞാൽ തള്ളിക്കളയോ? രാഹുൽ മാങ്കൂട്ടത്തിനെ പറ്റിയാണോ ഈ ആരോപണം? നോ കമന്റ്സ്. ഇത് ഏറ്റവും ഒടുവിൽ ഇദ്ദേഹത്തിൽ നിന്ന് എപ്പോഴാണ് ഇങ്ങനെ ഒരു മെസ്സേജ് വന്നത്? ഏറ്റവും ഒടുവിൽ വന്നത് ഫെബ്രുവരി സമയത്തായിരുന്നു. ഈ വർഷം. അപ്പൊ ഈ വർഷവും സമാനമായി, അതായത് 3 വർഷം മുമ്പുണ്ടായിരുന്ന അതേ ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു ആൾക്ക് ഈ വർഷം. അതെ, എങ്ങനെയെങ്കിലും പതിയെ അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രീതിയിൽ പല രീതിയിൽ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുക, സൗഹൃദത്തിൽ സംസാരിക്കുക, എപ്പോഴെങ്കിലും വരുമ്പോൾ കാണാം, നമ്മൾ സൗഹൃദമാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മളെ അതിലേക്ക് എത്തിച്ച് ആ വ്യക്തിയുടെ ഒരു പ്രൈവറ്റ് ഇതിലേക്ക് എത്തിക്കാനുള്ള പല ശ്രമങ്ങളും പല രീതിയിലും നടന്നിട്ടുണ്ട്. ഈ ഫെബ്രുവരിയിലും ഇതേ രീതിയിൽ തന്നെയാണോ നേരിട്ട് കാണാമെന്ന് പറഞ്ഞാൽ? ഉത്തരവാദിത്തപ്പെട്ട ഒരു പോസ്റ്റ് ഇരുന്നുകൊണ്ടായിരുന്നു വീണ്ടും ഉണ്ടായത്. ഈ ഇന്റർവ്യൂവിൽ ഇത് പറയാൻ കാരണമേ കൂടുതൽ ഇപ്പൊ പിന്നീട് പറഞ്ഞത് കൂടുതൽ വിക്ടിംസ് ഉണ്ട് എന്ന തിരിച്ചറിവൊക്കെ വന്നപ്പോഴാണോ? അതെ, ഞാൻ ആദ്യ സമയങ്ങളിൽ ഞാൻ അങ്ങനെ ഇതൊരു ചെറിയ കാര്യമായിട്ട് മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം ചില പുരുഷന്മാരൊക്കെ ഇങ്ങനെ സ്ത്രീകളോട് ചിലപ്പോൾ ഇങ്ങനെ പറയുന്നതൊക്കെ ഇപ്പോഴത്തെ കാലത്ത് അതൊന്നും ഒരു വലിയ ഇഷ്യൂ ആയിട്ട് നമ്മൾ ആരും കാണുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനിത് ഉപദേശിച്ചും വയർ ചെയ്തും ഒക്കെ അങ്ങനെ നിർത്തി ഞാനത് വലിയ കാര്യമായിട്ട് എടുത്തില്ല. പക്ഷെ പിന്നീട് ഇത്തരം വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇതൊരു ഈ പറഞ്ഞ പോലെ ഹാബിച്വൽ ഒഫൻഡർ ആണ്. ഈവൻ പ്രസ്ഥാനത്തിന്റെ അകത്തുള്ളവർക്ക് പോലും ഈ പ്രശ്നങ്ങളുണ്ട്, അതിനകത്തുള്ള സ്ത്രീകൾക്ക് പോലും പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതുകൊണ്ട് ആരും ഇത് ടേക്കപ്പ് ചെയ്യുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു വാക്ക് സംസാരിക്കണം എന്ന് ഞാൻ ചിന്തിച്ചു. എനിക്ക് പേഴ്സണലി ഇതൊരു വിഷയമല്ല. കാരണം ഞാനത് നേരിട്ടൊരു വ്യക്തിയാണ്. എന്നോട് മോശമായി പെരുമാറിയപ്പോൾ ഞാൻ ശരിക്കും നേരിട്ടു. അതെ, ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത്
ഇതിന് ഇരകളായി പോകുന്നുണ്ട് എന്നുള്ള ദുഃഖത്തിലാണ് ഞാൻ തുറന്നു പറയുന്നത്. ഇനി ഇത്തരം പ്രശ്നങ്ങൾ നേരിട്ട പെൺകുട്ടികൾ ധൈര്യമായി മുന്നോട്ട് വരണം എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളെ ഷെയിം ചെയ്യും, അതാണ് പ്രശ്നം. സൊസൈറ്റിയുടെ ഏറ്റവും വലിയ പ്രശ്നമാണ്. ഇപ്പൊ എന്നോട് തന്നെ ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, ചില ആരോപണങ്ങൾ കേൾക്കുന്നുണ്ടല്ലോ, ആ പറയുന്ന പെൺകുട്ടി നിങ്ങളാണെന്ന് ആളുകൾ ചിന്തിക്കില്ലേ എന്നോട് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ അങ്ങനെ, അതായത് ഒരു സ്ത്രീ തുറന്നു പറയുമ്പോൾ അവൾക്ക് പലതും സംഭവിച്ചിട്ടുണ്ടാവും, അവളുടെ ചാരിത്രം നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. ആ രീതിയിൽ സമൂഹം അതിനെ പറയും. അതും സ്ത്രീകൾ ഭയക്കുന്നുണ്ട്. അപ്പൊ സ്ത്രീകൾക്ക് തുറന്നു പറയാൻ വലിയൊരു ഭയം ഉണ്ടാകുന്നുണ്ട്. ഒരുപാട് പേരുണ്ട്. അപ്പൊ ഒരു ഷെയിം, സ്ത്രീക്ക് നേരെ ഒരു ഷെയിം വരുവാണ്. അതേസമയം ഇത് ചെയ്യുന്ന പുരുഷന് മിടുക്കൻ, അവന്റെ മിടുക്ക്. എന്നോട് ഇതിൽ തന്നെ ഒരാൾ എൻ്റെ അടുത്ത്, ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി തന്നെ എൻ്റെ അടുത്ത് പറഞ്ഞു, ഇത് അവന്റെ മിടുക്കായിട്ട് മാത്രമേ കാണാൻ സാധിക്കൂ എന്ന്. MLA-മാരുണ്ട്. അപ്പൊ അതിനകത്ത് ഇത്രയും വലിയ മിടുക്കുള്ള ഒരാള് MLA ആയിട്ട് തന്നെ തുടരുന്നു എന്ന് തന്നെ തോന്നുന്നുണ്ടോ? അല്ല, അത് തീരുമാനിക്കേണ്ടത് ആ പറയുന്ന പ്രസ്ഥാനമാണ്. അവർക്ക് ധാർമ്മികതയുണ്ടെങ്കിൽ, ഇനിയെങ്കിലും അതുണ്ടെങ്കിൽ. ഒരുപാട് സ്ത്രീകൾ പരാതിപ്പെട്ട് കഴിഞ്ഞു, ഒരുപാട് സ്ത്രീകൾ മുന്നോട്ട് വന്നു. ഇപ്പോൾ ഞാൻ ഒരാൾ ഈ മാധ്യമങ്ങളുടെ മുന്നിൽ എന്റെ തന്നെ ലൈഫ് ഡേഞ്ചർ ആക്കിക്കൊണ്ട് പറയാണ്. ഇനിയെങ്കിലും ആ പ്രസ്ഥാനമാണ് ചിന്തിക്കേണ്ടത്. ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. മുതിർന്ന നേതാക്കന്മാർ ഇനിയെങ്കിലും ഇത്തരത്തിലുള്ള യുവ നേതാക്കന്മാരെ നിയന്ത്രിക്കാൻ തയ്യാറാവണം. അതാണ് എനിക്ക് പറയാനുള്ളത്. ഒരു നിയന്ത്രണം ഏത് രീതിയിലാണെങ്കിലും നിയന്ത്രിക്കണം. അങ്ങനെയാണെങ്കിൽ ജനപ്രതിനിധിയായിട്ട് തുടരുന്നതിനും അർത്ഥമില്ല അല്ലേ? ഏത് രീതിയിലാണെങ്കിലും അത് അവര് തീരുമാനിക്കേണ്ട കാര്യമാണ്. അത് ഞാൻ അതിനകത്തൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ല. താങ്കളോട് വ്യക്തിപരമായിട്ട് ഈ അനുഭവം പറഞ്ഞിട്ടുണ്ടോ? ഏതാ ഈ മോശം അനുഭവം ഒരുപാട് പേർക്ക് ഉണ്ടായെന്ന് പറയുന്നു. അവരൊക്കെ താങ്കളോട് വ്യക്തിപരമായിട്ട് ഈ അനുഭവം പറഞ്ഞിട്ടുണ്ടോ? എന്റെ അടുത്ത് പല ആൾക്കാരും പല രീതിയിൽ പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഇല്ല, സുഹൃത്തുക്കള് വഴി. ആളുടെ ഇത് മിടുക്കാണ് എന്ന് പറഞ്ഞൊരു നേതാവാണോ? കോൺഗ്രസ് നേതാവാണോ? ഒരു നേതാവാണോ പറഞ്ഞത്? അതിനെക്കുറിച്ച് ഞാൻ കമന്റ് ചെയ്യുന്നില്ല. അല്ല, ഒരു നേതൃത്വത്തെ ആയിരിക്കും സമീപിച്ചിട്ടുണ്ടാവും. താങ്കൾ പലതും തുറന്നു പറയാതിരിക്കുമ്പോൾ പലരും ഒരുപാട് സംഘടനകൾ നമ്മുടെ കേരളത്തിലുണ്ട്. അപ്പൊ താങ്കൾ ഒരാളുടെ പേര് പറയാതിരിക്കുമ്പോൾ ഓരോരുത്തരും സംശയം നില നിർത്തുകയാണ്. അങ്ങനെയില്ലല്ലോ, അങ്ങനെ ഞാൻ ഒരാളുടെയും പേര് പറയുന്നില്ലല്ലോ. അപ്പൊ പിന്നെ അതെങ്ങനെ സംശയത്തിലേക്ക് വരുന്നത്? ഞാൻ കൃത്യമായിട്ട് പറഞ്ഞല്ലോ, ഹൂ കെയേഴ്സ്, അങ്ങനെ ഒരു ആറ്റിറ്റ്യൂഡാണ്. അപ്പൊ അങ്ങനെ ആറ്റിറ്റ്യൂഡുള്ള ഒരാൾ ഹൂ കെയേഴ്സ് എന്നുള്ള ഒറ്റ ഒരാൾ മാത്രമേ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുള്ളൂ. അത് രാഹുൽ മാങ്കൂട്ടത്തിനാണ്. അപ്പൊ അങ്ങനെ തന്നെ ഞങ്ങൾക്ക് ഉറപ്പിക്കാം. ഇയാളെ അവഗണിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറഞ്ഞ ഭീഷണിയോ, അതായത് നിങ്ങളെ കരിയറിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നോ? എനിക്ക് ഡയറക്റ്റ് ആയിട്ട് അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇൻഡയറക്റ്റ് ആയിട്ട് അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയില്ല. ഇത് പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ ഈ നേതാവ് എന്താ പറഞ്ഞു? എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞു, ആരോട് വേണമെങ്കിലും പോയി പറയും ഇങ്ങനെ പറഞ്ഞു. അപ്പൊ അങ്ങനെ പറയുന്ന ഒരാളെ നിങ്ങൾ സംരക്ഷിച്ചിരുത്തുമ്പോൾ എന്തെങ്കിലും അല്ല, ഞാൻ പറഞ്ഞല്ലോ, അത് ഞാൻ അങ്ങനെ സംരക്ഷിക്കുന്നതൊക്കെ തോന്നുന്നില്ല അവരെ. ഇപ്പൊ ഇങ്ങനെ ഇത്രയും ഞാനിപ്പൊ ഇത്രയും പറഞ്ഞത് തന്നെ പ്രശ്നമായി എന്ന് തോന്നുന്ന വിധത്തിലാണല്ലോ ഇത്. കാരണം ഞാൻ വീണ്ടും സമ്മർദ്ദത്തിലാവും. പ്രതികരിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഗുരുതരമായ വെളിപ്പെടുത്തലാണ് താങ്കളുടെ ഭാഗത്ത്. അഭിനന്ദിക്കുന്നു. കാരണം ഒരു രാഷ്ട്രീയക്കാരനെതിരെ, ഒരു ജനപ്രതിനിധിക്കെതിരെ ഇത്രയും പറയാൻ തയ്യാറായി എന്നുള്ളത് അഭിനന്ദിക്കുന്നു. പക്ഷേ ഈ പറച്ചിലൂടെയും പലരും രക്ഷപ്പെടുകയാണ്. അത് മാത്രമാണ്. ഈ ജനപ്രതിനിധിയുടെ പേര് പറയുന്നില്ല, പ്രസ്ഥാനം പറയുന്നില്ല, ഈ പലതരത്തിലുള്ള കമന്റുകൾ. അതിന് ഞാൻ പറഞ്ഞല്ലോ, ഇത്തരത്തിലാണ് മുന്നോട്ട് പോകുന്നതെങ്കിൽ അത് നമ്മൾ ആലോചിക്കും. നിങ്ങൾ പേര് പറഞ്ഞ് മുന്നോട്ട് വന്നാലേ കൂടുതൽ ജനപ്രതിനിധിയെ മാറ്റി നിർത്തണമെങ്കിൽ താങ്കളുടെ പ്രതികരണമല്ലേ സുതാര്യമായി മാറേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞത്. ഇത്തരത്തിലാണെങ്കിൽ അത് നമ്മൾ ആലോചിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ, നമ്മൾ ആലോചിക്കുക എന്താണെന്നുള്ളത്. ഇതിപ്പോൾ പല നേതാക്കന്മാരും പിതൃതുല്യനാണ് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവരോടൊക്കെ ഈ പ്രശ്നം ഉന്നയിക്കുകയും ചെയ്തു. അവരിൽ നിന്നുള്ള മറുപടി കേട്ടിട്ട് അവരിലുള്ള വിശ്വാസം നഷ്ടപ്പെട്ടോ? പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി. യുവ നേതാവിൽ നിന്ന് നേരിട്ട മോശം അനുഭവങ്ങൾ തുറന്നു പറയുകയാണ് നടി റിനി ആൻ ജോർജ്. താൻ ഇതിനെക്കുറിച്ച് ആദ്യം തിരുത്താൻ ശ്രമിച്ചു, പിന്നീട് നേതാക്കളോട് പരാതി പറഞ്ഞു. അതിനുശേഷവും സ്ഥാനമാനങ്ങൾ കിട്ടിയ യുവ നേതാവ് മുന്നോട്ട് പോകുന്നു. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ് ആ യുവ നേതാവിനുള്ളത്. പരാതിപ്പെടും, പുറത്തു പറയുമെന്ന് പറഞ്ഞപ്പോൾ പോയി പറയൂ എന്ന് പറഞ്ഞു. സ്ത്രീ പീഡനങ്ങളിൽപ്പെട്ട
മുതിർന്ന നേതാക്കൾക്ക് എന്ത് സംഭവിച്ചു എന്ന് അറിയാമല്ലോ, അവർക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു തുടങ്ങിയ കാര്യങ്ങളാണ് പറയുന്നത്. പരാതി പറഞ്ഞു പോയ മുതിർന്ന നേതാക്കളുടെ പ്രതികരണങ്ങൾ കേട്ട് പല വിഗ്രഹങ്ങളും ഉടഞ്ഞു പോയി എന്ന് കൂടി പറയുന്നു ആ നടി. എന്തായാലും വലിയ ദുരനുഭവം തനിക്ക് നേരിട്ടത് മെസ്സേജുകളിലൂടെയാണ്. താൻ ഷോക്ക്ഡായി പോയി. അതിനുശേഷമാണ് അതിനെ നിയന്ത്രിച്ചത്, പ്രതികരിച്ചത്. പക്ഷേ ഇതിനേക്കാൾ മോശം അനുഭവം നേരിട്ട പലരുമുണ്ട്, അവരെ തനിക്കറിയാം. ആ ഒരു സാഹചര്യത്തിലാണ് ഈ തുറന്നു പറച്ചിൽ എന്ന് പറയുന്നു. പലരും തുറന്നു പറയാൻ മടിക്കുന്ന ഇടത്താണ് താനിത് പറയുന്നത്. അത് മറ്റുള്ളവർ പുറത്തേക്ക് വന്ന് കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടി എന്നുകൂടിയാണ് യുവ നടി പറയുന്നത്. അല്പസമയത്തിനകം തന്നെ റിനി ആൻഡ് ജോർജ് നമുക്കൊപ്പം തത്സമയം ചേരും. യുവ നേതാവിൽ നിന്നുണ്ടായ മോശം അനുഭവം തുറന്നു പറഞ്ഞിരിക്കുകയാണ് നടി റിനി ആൻഡ് ജോർജ്. തനിക്ക് പരിചയപ്പെട്ടപ്പോൾ തന്നെ വളരെ മോശം നിലയിലുള്ള സമീപനം മനസ്സിലായി. അതിനെ തുടർന്ന് അദ്ദേഹത്തെ വാൺ ചെയ്തു. പക്ഷേ അത് നിർത്താൻ തയ്യാറായില്ല. ഹോട്ടലിലേക്ക് 5 സ്റ്റാർ ഹോട്ടലിൽ റൂം എടുക്കാം, അവിടേക്ക് വരൂ എന്നാവശ്യപ്പെട്ടു എന്നതാണ് പറയുന്നത്. അതാണ് തനിക്ക് ഏറ്റവും ദേഷ്യമുണ്ടാക്കിയത്. അതിനുശേഷം പല വാർണിംഗ് ചെയ്തിട്ടും തന്നെ അവിടേക്ക് അയാളുടെ ക്ലോസ് സർക്കിളിലേക്ക് കൊണ്ടുവരാൻ ബോധപൂർവമായ ശ്രമമുണ്ടായി എന്നതാണ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് തനിക്ക് പിതാവിനെ പോലെയാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ പലരോടും താൻ ഈ കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് പറയുന്നു. പക്ഷേ നേതാക്കൾ ആരും ഈ വിഷയത്തിൽ ഇടപെട്ടില്ല. യുവ നേതാവിന് പിന്നെയും സ്ഥാനമാനങ്ങൾ ലഭിച്ചു എന്നതാണ് ആ നടി ചൂണ്ടിക്കാട്ടുന്നത്. ഇപ്പോൾ നമുക്കൊപ്പം ശ്രീ പി സരിൻ ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ പി സരിൻ, യുവ നേതാവ് എന്നതിനപ്പുറം ഒരു തുറന്നു പറച്ചിൽ ആ പെൺകുട്ടി നടത്തുന്നില്ല, നടി റിനി ആൻഡ് നടത്തുന്നില്ല. പക്ഷേ പലരിലെ അനുഭവങ്ങൾ തനിക്ക് അറിയാം. ആ സാഹചര്യത്തിൽ ഒരു സന്ദേശം എന്ന നിലയിൽ പറയുന്നു, പ്രസ്ഥാനത്തിന് അവമതിപ്പുണ്ടാകാതിരിക്കാനാണ് പ്രസ്ഥാനത്തിനെയോ വ്യക്തിയുടെ പേരോ പറയുന്നില്ല എന്ന് പറയുന്നത്. പക്ഷേ ആളാര് എന്ന് മനസ്സിലാകുന്ന തരത്തിൽ ചില പ്രയോഗങ്ങൾ നടിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നു എന്നതുകൂടി നമ്മൾ കാണണം. ഹൂ കെയേഴ്സ് എന്ന ആറ്റിറ്റ്യൂഡാണ് ആ യുവ നേതാവിനെന്ന് പറയുന്നു. അത്തരം ഒരു ആറ്റിറ്റ്യൂഡുള്ള ഏതെങ്കിലും ഒരു നേതാവിനെ സരിൻ അറിയുമോ? സരിൻ ഒരു യുവ നേതാവാണ്, രാഷ്ട്രീയത്തിൽ സജീവമായി നിൽക്കുന്ന ആളാണല്ലോ. രേണു, നമസ്കാരം. ഞാന് കഴിഞ്ഞ 1 മണിക്കൂറായിട്ട് ആ പത്രസമ്മേളനം കാണുന്ന സമയത്ത് എന്റെ മനസ്സിലേക്ക് കടന്നു വന്നത് ഒരുപക്ഷെ കേരള സമൂഹം ഈ ആരാണ് അയാൾ എന്നുള്ള ചോദ്യത്തിന്റെ പുറകെ പോകും എന്നുള്ളതാണ് ഇതിന്റെ ഒരു ദുരന്തം. സത്യം പറഞ്ഞാൽ ആ ഒരു പെൺകുട്ടിക്ക്, കേരളത്തിലെ നമ്മുടെ ഇടയിൽ ഒരു ടീനേജുകാരിക്ക്, അവർ പണ്ട് പത്രപ്രവർത്തകയായിരുന്നു, അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളിൽ പണിയെടുത്തിരുന്നു, ഇപ്പോ സ്വതന്ത്രയായിട്ടൊരു നടിയാവാനൊക്കെ ആഗ്രഹിക്കുന്നു. അപ്പൊ അവരുടേതായിട്ടുള്ള ഒരു അനുഭവം ആണ് നമ്മളോട് ഇതൊക്കെ വിവരിച്ചത്. നമ്മളെ അതിൻ്റെതായിട്ടുള്ള അർത്ഥത്തിൽ തന്നെ കാണണം എന്നുള്ള ഒരു അഭിപ്രായക്കാരാണ്. അതായത് കേരളത്തിലെ ഒരു പെൺകുട്ടിക്ക് പൊതുസമൂഹത്തിലെ, രാഷ്ട്രീയത്തിലെ ഒക്കെ ഇടപെടലുകളിൽ നിന്ന്, ഒരു ചെറുപ്പക്കാരിൽ നിന്ന് ഉണ്ടാകേണ്ടി വന്ന ദുരനുഭവങ്ങളാണ് ഇത് എന്നുള്ളതും, അത്തരത്തിൽ ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു പെൺകുട്ടിയോട് ആദ്യമായിട്ട് നമ്മൾ ഒരു ഐക്യപ്പെടൽ ഉണ്ടാവുകയാണ് വേണ്ടത്. ആരാണ് അയാൾ എന്നത് ചോദിക്കേണ്ടത് തന്നെയാണ്. അതിന് ഉത്തരം കണ്ടെത്തപ്പെടും എന്നുള്ളത് സ്വാഭാവികമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്നാൽ രണ്ടാമത്തെ കാര്യം ആ കുട്ടി പറഞ്ഞതിൽ, ആരാണ് അയാൾ എന്നുള്ളതിനും അപ്പുറം ഇത് പലരോടായി പറഞ്ഞു എന്നും എന്നിട്ടും പ്രത്യേകിച്ച് അതിന് പരിഹാരങ്ങളൊന്നും ഉണ്ടായില്ല എന്നും ഒക്കെ പറയുമ്പോൾ, ഇത് ഒരു പെർപെട്രേറ്റർ ഉണ്ട്, അതായത് ചെയ്തു കൂട്ടിയ ഒരാളുണ്ട്. പക്ഷെ ആ ചെയ്തു കൂട്ടിയ ആൾക്ക് ഒത്താശ ചെയ്യുന്നത് പോലെ, പ്രോത്സാഹനം നൽകുന്നത് പോലെ, അല്ലെങ്കിലും ഒപ്പം അതിന് കൂട്ടുനിന്നത് പോലെ, മൗനം പാലിച്ചതുപോലെയൊക്കെയുള്ള മനുഷ്യരുടെ ഒരു കൂട്ടമായി ഒരു രാഷ്ട്രീയ പാർട്ടി ഹതപ്പതിക്കുന്നു എന്നുള്ളതും, ഒരുപക്ഷെ അമേരിക്ക വളരെ ദുഷ്ടലാക്കോട് കൂടിയാണ് ചില രാജ്യങ്ങളെ തെമ്മാടി രാഷ്ട്രങ്ങൾ, റോക്ക് സ്റ്റേറ്റ്സ് എന്ന് വിളിക്കുക. അതായത് അവർക്ക് ദഹിക്കാത്തവരെയാണ് അവർ തെമ്മാടികൾ എന്ന് വിളിക്കുന്നത്. എങ്കിൽ ഇവിടെ കേരള സമൂഹം ഇതാ നോക്കൂ, ഒരു തെമ്മാടി എന്ന് പറയേണ്ട നിലയിലേക്ക് ഒരു ചെറുപ്പക്കാരന്റെ രാഷ്ട്രീയവും അയാളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ചെയ്തികളും കഴിഞ്ഞ 1-2 വർഷത്തെ എന്നുള്ളതാണ് ആ കുട്ടി പറയുന്ന ടൈം ലൈനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇതാണ് ഇവിടെ നമ്മൾ ചർച്ച ചെയ്യേണ്ട വിഷയം. അങ്ങനെയെങ്കിൽ രാഷ്ട്രീയത്തിൽ ഇത്തരം മാലിന്യങ്ങളെ എങ്ങനെയാണ് ഉൾപാർട്ടി ജനാധിപത്യത്തിന്റെ പേരിൽ ഒരുപക്ഷെ താങ്ങിക്കൊണ്ട് നടക്കേണ്ടുന്ന സാഹചര്യത്തിലേക്ക് പോകുന്നത്, അല്ലെങ്കിൽ പല ഗ്രൂപ്പിസത്തിന്റെയോ കോക്കസിന്റെയോ ഒക്കെ പേരിൽ സമൂഹത്തിന്റെ മുന്നിലേക്ക് അതിനെ ആ ദുരന്തം കൂടി പേറുന്നതിന്റെ തരത്തിലേക്ക് നമ്മളൊക്കെ കാഴ്ചവെക്കേണ്ടി വരുന്നത് എന്നുള്ളതൊക്കെയാണ് ഇത് ഏതെങ്കിലും ഒരു മുതിർന്ന നേതാവല്ല, ഏതെങ്കിലും അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ഒരാളുടെ ധാർഷ്ട്യമല്ല. യുവ നേതാവാണ്, വളർന്നു വരുന്ന നേതാവാണ്, അതിനുശേഷം സ്ഥാനമാനങ്ങൾ എത്തിപ്പിടിച്ച മനുഷ്യനാണ്. അപ്പോ ആ നിലയിൽ നിൽക്കുമ്പോൾ ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്രമാത്രം അധപതനമെങ്കിൽ
മേളിലോട്ട് വന്നാലുള്ള അവസ്ഥ എന്താണ് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ. സാറിന് ഇവിടെ ഏതെങ്കിലും തരത്തിൽ ഒരു ബന്ധത്തിലുണ്ടായ വിള്ളൽ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ അടുത്തിടപഴകിയിരുന്നവർ തമ്മിലുള്ള പ്രശ്നങ്ങളോ ഒന്നുമല്ല. ഒരാളെ പരിചയപ്പെടുന്നു, അടുത്ത നിമിഷം തന്നെ ഇത്തരം മനോവൈകല്യങ്ങൾ പുറത്തു വരുന്നു, അവർ നോ എന്ന് പറയുന്നു, വാൺ ചെയ്യുന്നു, അത് പരാതിപ്പെടുന്നു, അതിനുശേഷവും നിരന്തരം ബന്ധപ്പെടും. ഏറ്റവും അവസാനം ഫെബ്രുവരിയിൽ വരെ ബന്ധപ്പെട്ടിരിക്കുന്നു. 3.5 വർഷം മുൻപ് തന്നെ ഈ പ്രശ്നങ്ങൾ ഉടലെടുത്തിട്ട് ഏറ്റവും അവസാനം ഫെബ്രുവരിയിൽ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന സമാനമായ നിലയിൽ സമീപിച്ചിരിക്കുന്നു അവരെ എന്ന് അവർക്ക് തുറന്നു പറയേണ്ടി വരികയാണ്. അത് ഈ ഒരു വ്യക്തിയല്ല, ഒരുപാട് വ്യക്തികളുണ്ട് എന്ന് അവർ തന്നെ ബോധ്യത്തോടു കൂടി ഉറപ്പിച്ച് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഏതോ തരത്തിലുള്ള വൈകല്യം ഉള്ള വ്യക്തി എന്ന് കൂടി മനസ്സിലാക്കണമോ ഞാൻ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, നമ്മൾ ഈ ആവശ്യമില്ലാത്ത ആളുകളെ നേതാവ് എന്ന് വിളിക്കേണ്ട. ഏതെങ്കിലും ഒരു സ്ഥാനത്ത് എത്തിയത് കൊണ്ട് ഒരാളും ആരുടെയും നേതാവാകുന്നില്ല. പകരം അയാളിലെ നേതൃഗുണങ്ങൾ കൊണ്ടാണല്ലോ ഒരാളെ നേതാവ് എന്ന് വിളിക്കേണ്ടത്. ഈ മനുഷ്യൻ ഡെമോൺസ്ട്രേറ്റ് ചെയ്തതിനെയാണ് നമ്മൾ നേതാവ് എന്നുള്ള പ്രയോഗം കൊണ്ട് ഗ്ലോറിഫൈ ചെയ്യുന്നത് എങ്കിൽ, നടി ഉപയോഗിച്ച വാക്കാണ് യുവ നേതാവ്. അതാ പറഞ്ഞ രേണു, അത് പ്രയോഗിക്കേണ്ട ആവശ്യമില്ല. അത് ഒരു രാഷ്ട്രീയ മാലിന്യമാണ്. അതിനെ അങ്ങനെ കണ്ടു തുടങ്ങിയാൽ കേരളത്തിന് ഏറ്റവും നല്ലത് എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിരിക്കുന്നത്. മുൻപേ തോന്നിയിട്ടുണ്ട്. മുൻപേ തോന്നിയ കാര്യങ്ങളായിട്ട് ഞാൻ അത് പലരോടും പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഈ വിഷയത്തിൽ ഒരു വ്യക്തിപരമായ ഒരു ദുരനുഭവം എന്നുള്ളതിനും അപ്പുറം സമൂഹത്തിന്, നമ്മൾ പറയില്ലേ ഈ സൈക്കോപാത്തുകൾ അല്ലെങ്കിൽ സോഷ്യോപാത്ത് എന്നുള്ളതാണ് യഥാർത്ഥത്തിലുള്ള വാക്കെന്ന് എനിക്ക് തോന്നുന്നു. അതൊരു പെത്തോളജിക്കൽ ആയിട്ടുള്ള ഒരു ഡീവിയേഷൻ ആണ് ഒരു മനുഷ്യന്റെ. അപ്പൊ ഇത്തരത്തിൽ ഒരു സോഷ്യോപാത്തിനെ, ഒരു പെർവേർട്ടിനെ രാഷ്ട്രീയത്തിൽ പേറേണ്ടി വരുന്ന കേരളത്തെ പറ്റിയാണ് എന്റെ ചിന്ത. ഞാൻ അതാണ് നേരത്തെയും പ്ലേസ് ചെയ്തത്. ഇങ്ങനെയല്ല രാഷ്ട്രീയക്കാരുണ്ടാകേണ്ടത്. ചെറുപ്പക്കാരിൽ നിന്ന് നേതാക്കൾ ഉണ്ടാകേണ്ടത് ഇത്തരത്തിലൂടെ അല്ല എന്ന് ഈ ഒരൊറ്റ കേസ് സ്റ്റഡിയിലൂടെ കേരളത്തിൽ കൺക്ലൂസീവായി പ്രൂവ് ചെയ്യാൻ നമുക്ക് സാധിക്കണം. ഇത്തരം ദുരനുഭവങ്ങളുള്ള മറ്റുള്ളവരുണ്ടോ എന്ന് നമുക്കറിയില്ല. ഉണ്ടെങ്കിൽ അവർ പുറത്ത് വരുമോ, പറയുമോ, അതോ ഇനി അവരും ഈ രാഷ്ട്രീയ പാർട്ടിയിലെ ആരെയെങ്കിലുമൊക്കെ വിശ്വസിച്ച് അവിടെയൊക്കെ പരാതി പറഞ്ഞിരിക്കുകയാണോ എന്നും അറിയില്ല. പക്ഷേ ഞാൻ ഈ പറഞ്ഞതുപോലെ ഇത്തരം സോഷ്യോപാത്തുകളെ സഹിക്കേണ്ടുന്ന ഒരു ഗതികേടിലേക്ക്, ഇത്തരം പെർവേർട്ടുകളെ പേറേണ്ടുന്ന ഒരു ഗതികേടിലേക്ക് കേരളത്തിന്റെ രാഷ്ട്രീയം വീണു പോകരുത്. അത് തടയാനൊക്കെ ഇവിടെ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ പ്രബുദ്ധതയുണ്ട്. അത് വളരെ കൃത്യമായി തന്നെ എങ്ങനെയാണോ ആ കേസിന്റെ മെറിറ്റ് എന്താണ്, വെളിപ്പെടുത്തലിന്റെ നിയമപരമായ സാധ്യതകൾ എന്തൊക്കെയാണ്, കേസെടുക്കലുമായി മുന്നോട്ട് പോകേണ്ടത് എന്താണ് എന്നും അത്തരത്തിലുള്ള നിയമ നടപടികളൊക്കെ ഉണ്ടാകും. നേരെ മറിച്ച് ഞാൻ ഇപ്പോഴും ഖേദിക്കുന്നത്, അവിടെ ഒരു പാർട്ടിയിൽ ഈ കുട്ടി അത് വിളിച്ചു പറഞ്ഞു എന്ന് പറയുന്നു. ആ കുട്ടിക്ക് ഇപ്പോഴും ആ പാർട്ടിയിൽ നല്ല സുഹൃത്തുക്കൾ ഉണ്ടെന്ന് പറയുന്നു. അപ്പൊ ഈ ഡെഫിനിഷനുകളെയൊക്കെയാണ് സൗഹൃദത്തിന്റെ, നേതാവ് എന്ന് വിളിക്കുന്നതിന്റെ ഒക്കെ ഡെഫിനിഷനുകളെയാണ് നമുക്ക് മറക്കേണ്ടി വരുന്നത്. അവ എന്തുകൊണ്ട് ഈ കുട്ടിയോട് അങ്ങനെയെങ്കിൽ അനുഭാവം എന്നുള്ള വാക്ക് പോലും അവിടെ ഉപയോഗിക്കരുത്. ആ കുട്ടിയോട് നമുക്ക് വേണ്ടത് ഐക്യപ്പെടൽ തന്നെയാണ്. അവർക്ക് നീതി കിട്ടുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന ചോദ്യമാണ് താങ്കൾ ഉദ്ദേശിക്കുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ നീതി കിട്ടിയില്ല എന്ന് മാത്രമല്ല സരിൻ പറയുന്നു, പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി എന്ന് പറയുന്നു. പ്രതിപക്ഷ നേതാവ് സ്വന്തം പിതാവിനെ പോലെ എന്ന് പറഞ്ഞ് സംസാരം തുടങ്ങിയ യുവതി പറയുകയാണ് പല വിഗ്രഹങ്ങളും ഉടഞ്ഞുപോയി എന്ന്. സരിൻ, ഇവിടെ ഒരാളെ സംബന്ധിച്ച് അവർക്കൊരു മോശം അനുഭവം ഉണ്ടായാൽ പേര് പറയണമോ പറയണ്ടേ എന്നുള്ളത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്. നമുക്ക് ആരെയും നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷേ തുറന്നു പറയാനുള്ള ഒരു മനസ്സ് കാണിച്ചിരിക്കുന്നു. അത് ചില സന്ദേശങ്ങളാണ് എന്ന് പറയുന്നു. ഇനി ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നാൽ താൻ ധൈര്യപൂർവ്വം അത് പറയുമെന്നും ആ നടി പറയുന്നുണ്ട്. ഇവിടെ ആവർത്തിച്ചുള്ള ചോദ്യത്തിന് ഒരൊറ്റ മറുപടി മാത്രമാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ഹൂ കേസ്? അതാണ് ആളുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നു. അത് കേരള സമൂഹത്തിന് ആളെ ഐഡന്റിഫൈ ചെയ്യാൻ മതിയായ അടയാളമാണെന്ന് താങ്കൾ കരുതുന്നുണ്ടോ? രേണു, അത് ആ അടയാളമാണ് എന്നുള്ളത് സാമാന്യ ബുദ്ധിയുള്ള നമുക്ക് മനസ്സിലാകും. പക്ഷെ ആ ചോദ്യത്തെ അവിടെ ലഘൂകരിക്കരുത്. അയാൾ ഇന്ന ആളാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ അറിഞ്ഞതുകൊണ്ടോ മാത്രം തീരുന്ന പ്രശ്നമല്ല. അയാളിൽ ഉള്ള ഇത്തരത്തിലുള്ള വ്യതിയാനങ്ങളെ എത്രയോ കാലങ്ങളായിട്ട് ആ പാർട്ടിയിൽ നിന്ന് പലരും പരാതിപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ വരും ദിവസങ്ങളിൽ ചിലപ്പോൾ പുറത്തു വന്നേക്കാം, പുറത്തു വരാതിരുന്നേക്കാം, അറിയില്ല. പക്ഷേ അങ്ങനെ ഉള്ളൊരു സിസ്റ്റമായിട്ട് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഉൾപാർട്ടിയിലെ ഇടപെടലുകൾ മാറുന്നുവെങ്കിൽ അധികാര കൊതിമൂത്ത് അടുത്ത തവണ ഭരണത്തിലേക്ക് വരണം എന്ന് ആഗ്രഹിച്ച് നടക്കുന്നത്, ആ കുട്ടി ഇപ്പൊ ആ പാർട്ടിയുടെ പേര് പോലും പറഞ്ഞിട്ടില്ല. ഞാൻ അതൊന്നുകൂടി വ്യക്തമാക്കാൻ എന്തായാലും പ്രേക്ഷകരോട് ശ്രമിക്കുകയാണ്. എന്തായാലും ഇടതുപക്ഷമല്ല ആ പ്രസ്ഥാനം എന്നുള്ളത് പ്രേക്ഷകർക്ക് ഇതിനോടകം മനസ്സിലായി കാണും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ അധികാര കൊതിമൂത്ത് നടക്കുന്ന ഒരു കൂട്ടം ആളുകളായിട്ട് ആ പ്രസ്ഥാനത്തിലെ ഓരോ വ്യക്തികളും പരസ്പരം പുറം ചൊറിയുന്നവരും ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇപ്പോൾ റിനി ആൻഡ് ജോർജ് തത്സമയം നമുക്കൊപ്പം ചേരുകയാണ്. റിനി, ആദ്യം തന്നെ
തുറന്നു പറയാൻ കാണിച്ച താങ്കളുടെ ആ നിലപാടിനെ അഭിനന്ദിക്കുന്നു. കാരണം തങ്ങൾ സ്ത്രീകൾ എവിടെയെങ്കിലും നേരിടുന്ന ഈ പ്രശ്നങ്ങൾ തുറന്നു പറയുക എന്നത് അതൊരു വലിയ സന്ദേശമാണ്. ഒരു വലിയ ധൈര്യം ഉള്ള വ്യക്തിക്ക് മാത്രം സാധ്യമാകുന്നതാണ്. ആ ധൈര്യത്തെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ആണ് ഞാൻ താങ്കളോട് സംസാരിക്കാൻ ശ്രമിക്കുന്നത്. റിനി, താങ്കൾക്ക് എന്തൊക്കെ മോശം അനുഭവങ്ങളാണ് അയാളിൽ നിന്ന് നേരിടേണ്ടി വന്നത്? എനിക്ക് ആദ്യമായിട്ട് ഉണ്ടായത് അശ്ലീല സന്ദേശങ്ങൾ അയക്കുക എന്നുള്ളതാണ്. മോശമായ സന്ദേശങ്ങൾ അയച്ചു. അതിനുശേഷം ഇങ്ങനെ ഹോട്ടലിലേക്ക് വരൂ കാണാം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഇതൊക്കെയാണ് മോശം സന്ദേശങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് ഞാൻ നേരിട്ട പ്രധാനപ്പെട്ട ഒരു പ്രശ്നം. ഞാൻ റിനിയുടെ നേരത്തെ മാധ്യമങ്ങളെ കണ്ടത് ഏതാണ്ട് 3/4 മണിക്കൂറോളം ഉണ്ട് എന്നാണ് ഞാൻ തോന്നുന്നത്. എന്തായാലും അത്രയും സമയം റിനി സംസാരിച്ചത് ഞാൻ കാണുകയാണ്. അസാമാന്യ ധൈര്യമുണ്ട്. പറയേണ്ടത് മാത്രം പറയുന്നു. പറയണ്ട എന്ന് തീരുമാനിച്ച ഒരു അക്ഷരം പോലും മാധ്യമപ്രവർത്തകർ ചുറ്റും നിന്ന് ചോദിച്ചിട്ട് റിനി പറയുന്നില്ല. അപ്പോൾ ആരോട് എന്ത് സംസാരിക്കണം വേണ്ട എന്നൊക്കെ നല്ല ബോധ്യമുള്ള വ്യക്തിയാണ്. അപ്പോൾ മോശം സംസാരം ഉണ്ടാകുമ്പോൾ അതിനെ തീർച്ചയായും താങ്കൾ നിരുത്സാഹപ്പെടുത്തിയിട്ടുണ്ടാകും, വാൺ ചെയ്തിട്ടുണ്ടാകും, ഇല്ലേ? അങ്ങനെ അതിനുശേഷവും അത് തുടരുകയായിരുന്നു. തീർച്ചയായിട്ടും ഞാൻ നിരുത്സാഹപ്പെടുത്തി. ഞാൻ ചില സംഭാഷണങ്ങളിൽ ഞാൻ വല്ലാതെ ഫയർ ചെയ്തിട്ടുണ്ട്, ഒത്തിരി ഫയർ ചെയ്തിട്ടുണ്ട്. പിന്നെ എനിക്കിതിനകത്ത് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് സൗഹൃദം, നല്ല മാന്യമായ ഒരു ഹെൽത്തി ഫ്രണ്ട്ഷിപ്പ് മാത്രമേ ഞാൻ പ്രിഫർ ചെയ്യുന്നുള്ളൂ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് ഞാൻ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നുള്ള നിലയിൽ താങ്കൾ ഇങ്ങനെയാണോ മുന്നോട്ട് പോകേണ്ടത് എന്നുള്ള ചില ഉപദേശങ്ങൾ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഞാനിത് പറയുന്നത് ഇത് ഞാനൊരു വ്യക്തിപരമായിട്ട് ഞാനും ആ വ്യക്തിയും തമ്മിലുണ്ടായ ഒരു വ്യക്തിപര പ്രശ്നമെന്ന് ഞാൻ കാണുന്നില്ല. ഞാൻ കാണുന്നത് ആ വ്യക്തി ഒരു രാഷ്ട്രീയ നേതാവ്, ഒരു രാഷ്ട്രീയത്തിൽ ഉയർന്നു വരുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തി സ്ത്രീകളോട് എടുക്കേണ്ട സമീപനം എന്താണ്, അത് ശരിയാണോ എന്നുള്ള ഒരു പൊതു രീതിയിലാണ് ഞാൻ അതിനെ ചിന്തിക്കുന്നത്. വ്യക്തിപരമായിട്ട് ഞങ്ങൾ 2 വ്യക്തികൾ എന്ന രീതിയിലല്ല ഞാൻ അതിനെ കാണുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഞാൻ ആ രീതിയിൽ നല്ല കൃത്യമായിട്ട് ആ വ്യക്തിയോട് സംസാരിച്ചിട്ടുണ്ട്. സംസാരിച്ചതിന് ശേഷവും ആ സമയത്ത് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നീട് അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ കുറേ നാൾ കഴിഞ്ഞിട്ട് ഈ രീതിയിൽ പിന്നെയും അപ്രോച്ചസ് ഉണ്ടായി എന്നുള്ളതാണ് പ്രശ്നം. റിനി ഒരിക്കലും ആ ബന്ധം പൂർണ്ണമായും അവസാനിപ്പിച്ചില്ല. മീൻസ് ബ്ലോക്ക് ചെയ്യുകയോ അങ്ങനെ അവസാനിപ്പിക്കാനോ ശ്രമിച്ചിരുന്നില്ല. ഇല്ല, ഞാൻ സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടത്. പിന്നെ ചില സമയങ്ങളിൽ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടുണ്ട് എനിക്ക് പ്രയാസം കൊണ്ട്. പക്ഷെ ആ സമയത്ത് പിന്നെ വിളിക്കുകയും സംസാരിക്കുകയും അങ്ങനെയൊക്കെ. പക്ഷെ ഞാൻ സുഹൃത്ത് എന്നുള്ള രീതിയിൽ തന്നെയാണ് കണ്ടിട്ടുള്ളത്. ഞാൻ ഈ പറഞ്ഞതുപോലെ ഞാൻ ഉപദേശിക്കുകയാണ് ചെയ്തത്. കാരണം എനിക്ക് അതാണ് എന്നെ കൂടുതൽ ഭയപ്പെടുത്തിയതും വിഷമിപ്പിച്ചതും അതാണ്. അപ്പോൾ ആ സമയത്തും പുള്ളി പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, പ്രമാദമായ സ്ത്രീപീഡന കേസുകളിലൊക്കെ പെട്ട രാഷ്ട്രീയ നേതാക്കന്മാർക്ക് എന്ത് സംഭവിച്ചു, അതുകൊണ്ട് എനിക്കൊന്നും സംഭവിക്കില്ല എന്നുള്ള ധൈര്യം എനിക്ക് കൃത്യമായിട്ട് ഉണ്ട് എന്നുള്ളൊരു രീതിയിൽ പറഞ്ഞു. എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോളൂ, ഹൂ കെയേഴ്സ് എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡ് തന്നെയാണ് എടുത്തത്. അപ്പോൾ പീഡനത്തെ പോലും അത്രയും നോർമലൈസ് ചെയ്ത് കാണുന്ന മനോഭാവമാണ് അല്ലേ? അതെ അതെ, വളരെ നോർമലൈസ് ചെയ്തിട്ട് നമ്മൾ സംസാരിച്ച സാധാരണ ഇപ്പം നമ്മളൊരു പുരുഷൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ എനിക്കത് ബുദ്ധിമുട്ടൊന്നും, അയ്യോ സോറി അത് വിട്ടേക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് സാധാരണ പുരുഷന്മാർ സംസാരിക്കുന്നത് ഒരു രീതി. പക്ഷെ ഇതങ്ങനെയല്ല. നോർമലൈസ് എന്ന് മാത്രമല്ല, ഒരു അഹങ്കാരത്തിൻ്റെയും ധാർഷ്ട്യത്തിൻ്റെയും അങ്ങേയറ്റാണ്. അതായത് അതിന് ഐ ഡോണ്ട് കെയർ എന്നൊരു സാധനമാണ്. ഇത് മറ്റ് താങ്കൾക്ക് പരിചയമുള്ള നേതാക്കന്മാരോട് പരാതിയായി പറയുന്നതിന് മുൻപ് അക്കാര്യം സൂചിപ്പിച്ചിരുന്നോ അയാളോട്? ഞാൻ സൂചിപ്പിച്ചിരുന്നു. ഞാനിത് പറയും, ഞാനിത് കംപ്ലൈൻറ്റ് ചെയ്യും, ഞാനിത് ടേക്കപ്പ് ചെയ്യും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അപ്പോഴും പറഞ്ഞത് അതൊന്നും ഒരു വിഷയമല്ല, അതുകൊണ്ടൊന്നും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല, എനിക്കൊരു പ്രശ്നമില്ല, എവിടെ വേണമെങ്കിലും പോയി പറഞ്ഞോ എന്നോട് പല പ്രശ്നം വന്നിട്ടുണ്ട്. ഇവരോട് പറഞ്ഞതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പ്രകോപനം അയാളിൽ നിന്നുണ്ടായിട്ടുണ്ടോ? അയാൾ അത് അറിഞ്ഞിരുന്നോ പരാതിപ്പെട്ട കാര്യം? എനിക്ക് തോന്നുന്നത് ആ വ്യക്തി അങ്ങനെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ പ്രകോപനപരമായിട്ടുള്ള ഒരു ഇതൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് തോന്നുന്നു നമ്മളത് ഫോറങ്ങളിൽ അവതരിപ്പിച്ചെങ്കിൽ ആ വ്യക്തിയോട് എടാ നീ ഇങ്ങനെ ചെയ്തല്ലോ, നീ ഇങ്ങനെയാണോ എന്ന് ചോദിക്കാൻ പോലും ആരും ഉണ്ടായില്ല എന്നുള്ളതാണ്. ഇത് പരാതിപ്പെട്ടവരിൽ നിന്നുണ്ടായതും വലിയ മോശം അനുഭവങ്ങളാണല്ലേ? താങ്കളെ അത് വല്ലാണ്ട് വേദനിപ്പിച്ചു എന്ന് വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നി.
നമ്മൾ പല സ്ഥലങ്ങളിലും പറയുമ്പോഴും പല വിഷയങ്ങളും, ഇപ്പം ഇത് മാത്രമല്ല പല അനുഭവങ്ങളിലും ഇത് തന്നെയാണ്, വല്ലാതെ നമ്മളെ വേദനിപ്പിക്കും. നമ്മളത് ടേക്കപ്പ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ശരിക്കും നമ്മൾക്ക് വിഷമം തോന്നും. ഈ വിഷയം മാത്രമല്ല, എനിക്ക് വേറെയും ഇത്തരത്തിലുള്ള വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ വർക്ക് സ്പേസിലും ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പറഞ്ഞ പോലെ പല ഉന്നതന്മാരെന്ന് പറയുന്ന ആളുകൾക്ക് ഹൂ കെയേഴ്സ് എന്നുള്ള ആറ്റിറ്റ്യൂഡ് ഭയങ്കരമാണ്. അവർക്ക് സ്ത്രീകളൊന്നും ഒരു വിഷയമല്ല, സ്ത്രീകളെ പീഡിപ്പിക്കുന്നു, സ്ത്രീകൾ വേദനിക്കുന്നു എന്നൊരു വിഷയമേ അല്ല. ഏറ്റവും അവസാനം ഫെബ്രുവരിയിലാണ് ഇയാളിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായത്, മോശം മെസ്സേജ് ഉണ്ടായത് എന്നാണ് പറയുന്നത്. അതിനുശേഷം യാതൊരു കമ്മ്യൂണിക്കേഷനും ഇല്ല. അന്ന് എന്തായിരുന്നു റിനി അവസാനം കൊടുത്ത മറുപടി? അവസാനം കൊടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അങ്ങനെ ദേഷ്യപ്പെടുകയൊന്നും ഉണ്ടായിട്ടില്ല. അവസാനം എന്ന് പറയുന്നത് എന്നെ അയാളുടെ ഒരു പ്രൈവറ്റ് സ്പേസിൽ എത്തിക്കാനുള്ള ചില തന്ത്രപരമായ നീക്കങ്ങൾ നടന്നിരുന്നു. അത് ഞാനതിൽ നിന്ന് വഴുതി അങ്ങ് പോയി, ഞാനത് പിന്നെ കാര്യവുമാക്കിയില്ല. പക്ഷെ പിന്നീട് ചില വാർത്തകളൊക്കെ വന്നപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇത്തരത്തിൽ എന്നെ ട്രാപ്പ് ചെയ്യാനുള്ളൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നു. അന്ന് എനിക്കത് മനസ്സിലായില്ല എന്നുള്ളതാണ്. അപ്പോൾ ലാസ്റ്റായിട്ട് അങ്ങനെ നമ്മളെ വളരെ തന്ത്രപൂർവ്വം അയാളുടെ ഇംഗിതത്തിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമം നടന്നിരുന്നു. വളരെ സൗഹൃദപരമായിട്ട് നടന്നിരുന്നു. അതെനിക്ക് അന്ന് ഞാനങ്ങനെ അതിന് നിൽക്കുന്ന ഒരു വ്യക്തി അല്ലാത്തതുകൊണ്ട് ഞാനത് പോയി എന്നുള്ളത് മാത്രം. പക്ഷെ പിന്നീട് ഞാൻ ചില ന്യൂസുകളും കാര്യങ്ങളും മനസ്സിലാക്കിയപ്പോൾ ഇതൊരു തന്ത്രപരമായ രീതിയിലേക്ക് തൻ്റെ പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതായത് ഒരു പെൺകുട്ടീനെ താല്പര്യം തോന്നിക്കഴിഞ്ഞാൽ ടാർഗറ്റ് ചെയ്ത് അതിലേക്ക് എത്തിക്കുന്ന ഒരു രീതിയുണ്ട്. അതാണ് പ്രശ്നം. ഇപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു നമ്മൾ നോ പറഞ്ഞു അത് കഴിഞ്ഞു, അങ്ങനെയല്ലാതെ അതിൽ ടാർഗറ്റ് ചെയ്ത് അവിടെ എത്തിച്ച് ആ ഇരയെ ഞാൻ സ്വന്തമാക്കുന്നു എന്നൊരു ആറ്റിറ്റ്യൂഡ് കൂടിയുണ്ട്. ഏതെങ്കിലും തരത്തിൽ പ്രണയാഭ്യർത്ഥന അങ്ങനെ എന്തെങ്കിലും ആണോ, അതോ ഒട്ടും മാന്യമല്ലാത്ത നിലയിലുള്ള ഇടപെടലാണോ ഉണ്ടായിട്ടുള്ളത്? പല രീതിയിലുണ്ടായിട്ടുണ്ട്. തുടക്കകാലത്ത് ചെറിയ പ്രണയാഭ്യർത്ഥന പോലെ, പ്രണയാഭ്യർത്ഥനയല്ല, ഒരു പ്രണയ ലാഞ്ചന, അങ്ങനെ കൃത്യമായിട്ടൊരു പ്രണയിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നുമില്ല. അത് ഞാൻ അങ്ങനെ പറയുന്നില്ല, ഇല്ലാത്ത കാര്യമൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ അങ്ങനെ അതായത് നമുക്കൊരു ഫീല് തരുന്നു. അതായത് ചിലപ്പോൾ എന്നെ പ്രണയിച്ചേക്കും. കാരണം വലിയ ഉന്നത തലത്തിലൊക്കെ നിൽക്കുന്ന വ്യക്തികളാകുമ്പോൾ നമ്മൾ പ്രണയിച്ചെങ്കിൽ, നമ്മൾ വിവാഹം കഴിച്ചെങ്കിൽ എന്നൊക്കെ പെൺകുട്ടികൾ പെട്ടെന്ന് ചിന്തിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. ആ ഒരു സൈക്കോളജി മനസ്സിലാക്കിയിട്ട് എന്നാൽ കൃത്യമായിട്ട് നമുക്ക് ഞാൻ നിന്നെ വിവാഹം കഴിച്ചോളാം അങ്ങനെയൊന്നും പറയാം. അങ്ങനെയൊക്കെ പറയുമ്പോൾ അതൊരു തെളിവായല്ലോ, അതൊരു ഇതായല്ലോ. ആ രീതിയിലല്ല, പക്ഷെ ഒരു ചെറിയ ഹിൻസ് കൊടുക്കുക, നമുക്കതൊരു അങ്ങനെ ഒരു ഫീല് പല പെൺകുട്ടികളും അതിലേക്ക് വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ എനിക്കത് ആദ്യമേ തന്നെ മനസ്സിലായി ഇതെന്തൊക്കെയോ പ്രശ്നമാണ്, ഈ പുള്ളി നമ്മൾ വിചാരിക്കുന്ന പോലത്തെ ഒരാളല്ല എന്നുള്ളത് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായതുകൊണ്ട് എനിക്ക് പ്രശ്നം വന്നില്ല. എനിക്ക് അതിനു മുൻപ് തന്നെ പ്രണയാഭ്യർത്ഥന ഒന്നും നടത്തിയിട്ട് ഒരുപാട് പ്രമുഖ നേതാക്കളും വലിയ നേതാക്കളുമായിട്ടൊക്കെ ബന്ധമുണ്ട്, പരിചയമുണ്ട്. അത് ഇയാളെക്കുറിച്ച് ഒരു മോശം വ്യക്തിയാണ് എന്ന ബോധം നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇല്ല, ഞാൻ ആദ്യമായിട്ട് പരിചയപ്പെടുമ്പോൾ ഞാൻ സത്യത്തിൽ ഭയങ്കര നല്ല വ്യക്തിയാണെന്ന് ചിന്തിച്ചു പോയി. അവിടെ ഒരു മിസ്റ്റേക്ക് പറ്റി. പൊതുവെ ഞാൻ അങ്ങനെ വിചാരിക്കാറില്ല. ഒരുപക്ഷെ സോഷ്യൽ മീഡിയയും ഇതെല്ലാം കണ്ടിട്ടായിരിക്കും. വളരെ നല്ല വ്യക്തിയാണ്, അല്ലെങ്കിൽ നമ്മൾ ഈ സൗഹൃദത്തിന് പോലും നിൽക്കില്ലല്ലോ. എനിക്കതിനകത്ത് താല്പര്യമില്ല. ഇത്തരം രീതിയിലേക്ക് കൊണ്ടുപോകാൻ ഞാൻ വിചാരിക്കുന്നത് നല്ലൊരു വ്യക്തിയാണ്, നമ്മളൊരു സുഹൃത്തായിട്ട് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്താഗതിയിലാണ് സൗഹൃദമായത്. അല്ലാതെ ഇങ്ങനെ വിചാരിച്ചിട്ട് നമ്മൾ ഒരാളോട് സംസാരിക്കാൻ പോലും പോവില്ലല്ലോ, അതിൻ്റെ ആവശ്യം നമുക്കില്ലല്ലോ. തീർച്ചയായും റിനിയെ പോലെ മോഡലിംഗ് ഒക്കെ ഒരു പാഷനായി കൊണ്ടു നടക്കുന്ന അഭിനേതാവാണ്, മാത്രം മാധ്യമപ്രവർത്തകയായിരുന്നു. അങ്ങനെ ഒരുപാട് റോളുകളിൽ റിനി വന്നിട്ടുണ്ട്. ഒരുപാട് പേരെ പരിചയപ്പെടേണ്ടി വന്നിട്ടുണ്ടാകും, ഒരുപാട് മോശം അനുഭവങ്ങൾ ഉണ്ടാകും. എല്ലാ സ്ത്രീകൾക്കും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും. അത് ഡീൽ ചെയ്യാൻ ഉള്ള അസാമാന്യ കഴിവും റിനിയെ സംബന്ധിച്ചുണ്ട്. റിനി ഈ കേസിലും അത് ചെയ്തിട്ടുണ്ട്. 3.5 വർഷം കഴിഞ്ഞ് ഇപ്പോൾ ഈ സമയത്ത് ഒരു തുറന്നു പറച്ചിൽ വേണ്ടി വന്ന സാഹചര്യം എന്താണ്? അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ വ്യക്തിയെ ഇത്രയ്ക്ക് മനസ്സിലാക്കിയിരുന്നില്ല. ഞാൻ കുറച്ചൊക്കെ ഒരു ചെറുപ്പക്കാരനല്ലേ, ചിലപ്പോൾ അങ്ങനെ സംഭവിച്ചു പോയതായിരിക്കാം എന്ന് കുറച്ച് ഞാനത് ലളിതമായിട്ടാണ് കണ്ടത്. പക്ഷെ റീസെൻ്റ്ലി കുറേ കാര്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ നിന്ന് മനസ്സിലാക്കുകയും ചില വ്യക്തികളിൽ നിന്ന് മനസ്സിലാക്കുകയും ചെയ്തപ്പോൾ ഇതൊരു തമാശയല്ല, ഇതൊരു ചെറുപ്പക്കാരൻ്റെ ഒരു ഇതല്ല, ഇത് അതിനപ്പുറത്തേക്ക് ഒരു തരം സൈക്കോ പോലത്തെ ഒരു ക്യാരക്ടറാണ്, അതൊരു ഇതാണ് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ
പിന്നീട് ഈ പല ആരോപണങ്ങളും പല കാര്യങ്ങളും വരുന്നുമുണ്ട്. പക്ഷെ ഒരു പെൺകുട്ടി പോലും, പലരും ഈ പ്രശ്നങ്ങൾ പരസ്പരം പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു പെൺകുട്ടി പോലും ഇതിന് മുന്നോട്ട് വരുന്നില്ല. ഇപ്പോൾ ഈവൻ മാധ്യമപ്രവർത്തകർക്ക് പോലും ഈ പ്രശ്നങ്ങളുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഒരു പെൺകുട്ടി പോലും ധൈര്യത്തോടെ മുന്നോട്ട് വരുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു, ഞാനൊരു വ്യക്തി എന്നുള്ള നിലയിൽ ഞാനും ഇതിന് കുടപിടിച്ച് കൊടുക്കണമോ എന്ന് തോന്നി. അപ്പം എനിക്ക് തോന്നി ഇതിനെക്കുറിച്ചൊന്ന് സംസാരിക്കുന്നതിൽ തെറ്റില്ല. ഒരു വ്യക്തിയെങ്കിലും, ഒരു സ്ത്രീയുടെ ശബ്ദമെങ്കിലും കേൾക്കണം എന്നുള്ളൊരു തോന്നലുണ്ടായി. സ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും സംസാരിക്കും. ഞാനിത് അറിഞ്ഞു പോയല്ലോ, എനിക്കിത് അറിയാത്ത വിഷയമാണെങ്കിൽ ഞാനിതിൽ ഇടപെടില്ലായിരുന്നു. ഇതെനിക്ക് നേരിട്ടറിയാം, ഈ വ്യക്തി ഇങ്ങനെയാണെന്നുള്ളതിന് കൃത്യമായ ധാരണ എനിക്കുണ്ട്. അപ്പം അതുകൊണ്ട് ഇനിയും ഇത്തരത്തിൽ സ്ത്രീകൾ ഈ അനുഭവത്തിലേക്ക് പോകരുത് എന്നുള്ള ഒരു അതുകൊണ്ടാണ് ഈ സമയത്ത് പറയുന്നത്. റിനി, താങ്കളുടെ മാത്രമല്ല മറ്റു പലരുടെയും അനുഭവങ്ങൾ അറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. പക്ഷേ റിനി ആദ്യം പറഞ്ഞുവല്ലോ, എനിക്ക് മോശം മെസ്സേജുകൾ അയച്ച അനുഭവം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. റിനി മനസ്സിലാക്കിയ അല്ലെങ്കിൽ റിനിയോട് തുറന്നു പറഞ്ഞ മറ്റുള്ളവരുടെ അനുഭവം എന്താണ്? മെസ്സേജ് അയച്ച് മാത്രം വലയിൽ കുടുങ്ങിയവരാണോ, അതോ ഈ പറയുന്ന പീഡനം പോലും നോർമലൈസ് ചെയ്യുന്ന ഇയാളിൽ നിന്ന് ഇതിലും മോശമായ അനുഭവങ്ങൾ നേരിട്ടവരെയാണോ റിനി മനസ്സിലാക്കിയിട്ടുള്ളത്, കണ്ടിട്ടുള്ളത്? ഇതിലും മോശമായ അനുഭവങ്ങളുള്ളവരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം നമ്മളെ ട്രാപ്പ് ചെയ്ത് ഒരു പ്രൈവറ്റ് സ്പേസിലേക്ക് എത്തിക്കുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ പലതരത്തിലും ഞാൻ കാര്യങ്ങൾ കേൾക്കുന്നു. നമ്മളതിൽ പെട്ടിട്ടില്ലാത്തതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയാൻ പറ്റില്ല. എൻ്റെ വിഷയം എന്ന് പറഞ്ഞാൽ എനിക്ക് അശ്ലീല സന്ദേശം അയച്ചു, മുറിയിലേക്ക് വരൂ എന്നൊക്കെ ഉള്ള ചില സംഭാഷണങ്ങൾ ഉണ്ടായി എന്നുള്ളതാണ് എൻ്റെ വിഷയം. ഞാൻ അതിനെ വളരെ നന്നായിട്ട് ഡീൽ ചെയ്യുകയും ചെയ്തു. ഇത് ഞാൻ തുറന്നു പറയുന്നത് എൻ്റെ വിഷയം എന്നുള്ള രീതിയിലല്ല. അപ്പോൾ കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുള്ള സ്ത്രീകളുണ്ട്, ഡിപ്രഷനിൽ ഇരിക്കുന്ന വേദനിക്കുന്ന സ്ത്രീകളുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ എൻ്റെ മനസ്സിലത് ഞാനത് പറയുന്നതിൽ തെറ്റില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് പറയുന്നത്. പീഡനങ്ങൾ നേരിട്ട സ്ത്രീകളുണ്ടോ റിനി? അത് ഞാൻ അങ്ങനെയാണ് എൻ്റെ ഇൻഫർമേഷൻസിൽ നിന്ന്, ചില സോഴ്സുകളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്ന കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഈവൻ ആ പ്രസ്ഥാനത്തിനകത്തുനിന്നുള്ള സ്ത്രീകളിൽ നിന്ന് പോലും ചില ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട്, അത്തരത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നൊക്കെയുള്ള ചില അറിവുകളും എനിക്ക് ലഭിച്ചിട്ടുണ്ട്. പിന്നെ കൂടുതൽ വ്യക്തമായിട്ട് പീഡനം നേരിട്ട സ്ത്രീകളുണ്ടോ എന്നുള്ളത് അവർ തന്നെ തുറന്നു പറയേണ്ടി വരും. അപ്പോൾ എൻ്റെ പേഴ്സണൽ കാര്യങ്ങൾ എനിക്കറിയാവുന്നതാണ് ഞാൻ സമൂഹത്തിൻ്റെ മുന്നിൽ പറയുന്നത്. എനിക്കറിയാത്ത കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എന്തായാലും ഈ വ്യക്തി സ്ത്രീകൾക്ക് ഇങ്ങനെ അശ്ലീല സന്ദേശങ്ങൾ അയക്കുന്ന വ്യക്തിയാണെന്നുള്ള ഒരു കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും. അതുകൊണ്ട് തന്നെയാണ് ധൈര്യമായിട്ട് പറയുന്നത്. റിനി, കഴിഞ്ഞ മണിക്കൂറിൽ ഏറ്റവും കൂടുതൽ അഭിമുഖീകരിച്ചൊരു ചോദ്യം ആരാണ് അയാൾ, അയാളുടെ പേരെന്താണ് എന്നതാണ്. പലതരത്തിൽ പല രീതിയിൽ മാധ്യമങ്ങൾ തുറന്നു ചോദിച്ചു. പക്ഷേ എന്തുകൊണ്ടാണ് ആ പേര് പറയാത്തത്? പേര് പറയാത്തതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ ഒരു നവീകരണം, ഒരു ചേഞ്ച് ഉണ്ടാവണം എന്നുള്ളൊരു ചിന്ത. അതുകൂടാതെ ആ പ്രസ്ഥാനമായിട്ടും ഞാൻ വളരെ അടുത്ത് നിൽക്കുകയും അതിലെ പല നേതാക്കന്മാരുമായും വളരെ സൗഹൃദവും സ്നേഹവും ഉള്ളതുകൊണ്ട് അവർക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ തീരുമാനം. 2024 നവംബർ 20 ശേഷം MLA ആയ വ്യക്തിയാണോ താങ്കൾ ആരോപണം ഉന്നയിക്കുന്ന ആൾ? ഞാൻ അങ്ങനെ എടുത്തു പറയുന്നില്ല. അതിനെക്കുറിച്ച് ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്തായാലും ഹൂ കെയേഴ്സ് എന്നൊരു ആറ്റിറ്റ്യൂഡ് ആണെന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് പറയും. റിനി ഒരു അഭിമുഖത്തിലാണ് ഈ കാര്യം ആദ്യമായി തുറന്നു പറയുന്നത്. അതിനുശേഷം ഒരു യൂട്യൂബ് ചാനലിൽ താങ്കൾ പറഞ്ഞ കാര്യം ഉൾപ്പെടുത്തി ഒരു യുവ MLAയുടെ പേര് സഹിതം വാർത്ത നൽകിയിട്ടുണ്ട്. ആ നേതാവാണോ താങ്കൾ ഉദ്ദേശിച്ച വ്യക്തി? ആ വാർത്ത ശരിയാണോ? അതിനെക്കുറിച്ച് ഞാൻ ഒന്നാമതേ ആ വാർത്ത കണ്ടിട്ടില്ല. പിന്നെ ഓൺലൈൻ ചാനൽസ് എങ്ങനെയാണ് അത് കൊടുക്കുന്നത്, ഏതൊക്കെ രീതിയിലാണ് കൊടുക്കുന്നത് എന്നുള്ളതിൽ എനിക്കിപ്പോൾ അത് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ മാത്രമേ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഉള്ളൂ. മറ്റു കാര്യങ്ങളിൽ എനിക്ക് റെസ്പോൺസിബിലിറ്റി ഇല്ല. ഇപ്പോൾ ഈവൻ പ്രതിപക്ഷ നേതാവിൻ്റെ ഫോട്ടോസ് വെച്ച് വരെ ഫോട്ടോസും ഇതൊക്കെ വരുന്നുണ്ട്. അതിലൊന്നും എനിക്കൊരു റെസ്പോൺസിബിലിറ്റി ഇല്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, ഇതാണെന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടില്ല. റിനിയുടെ അടുത്ത സുഹൃത്താണെന്ന് ആ യൂട്യൂബ് ചാനലിന്റെ ഉടമ അവകാശപ്പെടുന്നുണ്ട്. റിനിയിൽ നിന്ന് സംസാരിച്ചതിൽ നിന്ന് അത്രമാത്രം ബോധ്യമുള്ളത് കൊണ്ടാണ് അയാളുടെ MLAയുടെ പേരും ചിത്രവും സഹിതം വാർത്ത നൽകുന്നതെന്ന് പറയുന്നുണ്ട്. അത് പാലക്കാട് MLA രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഫോട്ടോ നൽകിക്കൊണ്ടാണ് ആ യൂട്യൂബ് ചാനൽ വാർത്ത കൊടുത്തിരിക്കുന്നത്. അപ്പോൾ താങ്കൾ നൽകിയ വാർത്ത അല്ലെങ്കിൽ താങ്കൾ അത് തിരുത്തണ്ടേ?
ഞാൻ അങ്ങനെ ഒരു സ്ഥലത്തും ഒരാളുടെ അടുത്തും ഇന്ന പേരാണെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. അതെനിക്കറിയില്ല. അതിനെക്കുറിച്ച് അതിന്റെ റെസ്പോൺസിബിലിറ്റി എനിക്ക് എടുക്കാൻ പറ്റില്ല. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഇല്ല. ആ വാർത്ത നിഷേധിക്കുന്നുണ്ടോ? സൗഹൃദം ഉണ്ടാവും, പലരായിട്ടും സൗഹൃദം ഉള്ളതുണ്ട്. ആ വാർത്ത നിഷേധിക്കുന്നുണ്ടോ റിനി? അല്ല, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഞാൻ അങ്ങനെ ഒരു വാർത്ത കണ്ടിട്ടില്ല. പിന്നെ ആരാണ് എന്താണെന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഞാൻ പറഞ്ഞുവല്ലോ, കണ്ടിട്ടില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-യുടെ ചിത്രം സഹിതമാണ് ആ വാർത്ത ഷെയർ ചെയ്തിരിക്കുന്നത്. ആ വാർത്ത നിഷേധിക്കുന്നുണ്ടോ റിനി? താങ്കളുടെ പേര് ഉപയോഗിച്ചിട്ടുണ്ട്, താങ്കളുടെ തുറന്നു പറച്ചിലെന്ന് പറയുന്നു. ഒന്നും കമന്റ് ചെയ്യാൻ താല്പര്യമില്ല അതിനെക്കുറിച്ച്. ഞാൻ ആരാണ് എന്താണെന്ന് പറയുന്നില്ല. പക്ഷേ ഒരു ഘട്ടത്തിൽ പറയേണ്ടി വന്നാൽ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ ആ വ്യക്തിയുടെ അടുത്ത് പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞതിന്റെ എന്തെങ്കിലും ഉണ്ടോ, തെളിവുണ്ടോ? അവർ അവകാശപ്പെടുന്നു താങ്കളുമായി സംസാരിച്ചതിൽ നിന്ന് പൂർണ്ണ ബോധ്യത്തോടു കൂടിയാണ് ഈ വാർത്ത ചെയ്യുന്നതെന്ന് അവർ അവകാശപ്പെടുന്നു. ഞാനൊരു സ്ഥലത്തും അങ്ങനെ പറഞ്ഞിട്ടില്ല. അപ്പൊ അതിനെക്കുറിച്ച് എനിക്കറിയില്ല. എനിക്ക് ആ വാർത്ത എന്താണെന്ന് വിശദമായിട്ട് കാണേണ്ടി വരും. അതെന്നാലല്ലേ നമുക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറയാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ ആ വാർത്ത പിൻവലിക്കാൻ ആവശ്യപ്പെടുമോ? അല്ല, നോക്കട്ടെ, ഞാനത് വാർത്ത കണ്ടിട്ട് അതിന് ശേഷം തീരുമാനിക്കാം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് പേജ് 10 എന്നൊരു യൂട്യൂബ് ചാനലിലാണ് ഈ വാർത്ത വന്നിട്ടുള്ളത്. അവർ താങ്കളെ കോട്ട് ചെയ്താണ് വാർത്ത നൽകുന്നത്, താങ്കളുടെ ഫോട്ടോയും ഒപ്പം യുവ MLA-യുടെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ചിത്രവും സഹിതം. അത് നോക്കേണ്ടി വരും. എനിക്ക് അതിനെക്കുറിച്ച് അറിയില്ല. ഞാനത് കണ്ടിട്ടില്ല. ഞാനത് സത്യമായിട്ട് പറയുന്നതാണ്, ഞാൻ കണ്ടിട്ടില്ല. ഞാൻ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരു സ്ഥലത്തും കൊടുത്തിട്ടില്ല. ശരി, ഓക്കെ. ഈ യുവ നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അടുത്ത കാലത്ത് ചില ആരോപണങ്ങൾ നേരിട്ടിരുന്നു. അതിൽ മാധ്യമങ്ങൾ സംസാരിക്കുമ്പോൾ, പ്രതികരണം തേടുമ്പോൾ ആ MLA പറഞ്ഞത് ആർക്കും എന്ത് അസംബന്ധവും വിളിച്ചു പറയാം, അതിനൊന്നും മറുപടിയില്ല, ഹൂ കേസ് എന്നായിരുന്നു. അപ്പോൾ അയാളുടെ ആ MLA-യുടെ തന്നെ പേരുപയോഗിച്ച് ഈ വാർത്തകൾ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട്. താങ്കളോടും മാധ്യമപ്രവർത്തകർ നിരവധി തവണ ആ MLA-യുടെ പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആർക്കും എന്തും അസംബന്ധവും വിളിച്ചു പറയാൻ പറ്റും എന്ന് പറഞ്ഞ ആൾ ഇതിനെയും ആ രീതിയിൽ തന്നെ കാണും, പേരില്ലെങ്കിൽ. ഞാൻ പറഞ്ഞല്ലോ, അതിന്റെ ഉചിതമായ സമയം വരുമ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാനത് ഉദ്ദേശിക്കുന്നില്ല. ഉചിതമായ സമയത്ത് അത് എന്താന്ന് വെച്ചാൽ ഉണ്ടാവും, പറയും. മറ്റേതെങ്കിലും നിയമ നടപടികളിലേക്കോ മറ്റോ നീങ്ങുമോ, അതോ ഇതാണോ താങ്കൾ, ഇത്ര മാത്രമാണോ താങ്കൾ ഉദ്ദേശിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു വ്യക്തിപരമായ ഇഷ്യൂ ആയിട്ട് ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ നിയമപരമായിട്ട് നീങ്ങേണ്ട ഒരു കാര്യവും ഇതിനകത്തില്ല. ഇനി നിയമപരമായി നീങ്ങിയാൽ പോലും അത് എനിക്കറിയില്ല സ്ത്രീകൾക്ക് ഫേവറായിട്ടാണോ ഇവിടെ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളത്. അത് ഞാനിതാ പറഞ്ഞത്, ഞാൻ ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഈ പറയുന്ന വ്യക്തിക്കെതിരെ നിരന്തര ആരോപണങ്ങൾ വരുമ്പോൾ അതിൻ്റെ ശരി തെറ്റുകൾ മനസ്സിലാക്കി ആ പ്രസ്ഥാനവും നമ്മുടെ സമൂഹവും തീരുമാനങ്ങൾ എടുക്കണം. കൂടുതൽ പേർ ധൈര്യത്തോടെ മുന്നോട്ട് വരണം എന്ന് മാത്രമാണ്. ഇതിൽ കൂടുതൽ എന്തെങ്കിലും പറയേണ്ടുന്ന സാഹചര്യം ഉണ്ടായാൽ ഭാവിയിൽ പറയും. അതെ, അതിനെക്കുറിച്ച് ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അറിയണമല്ലോ, എന്താണ് ഇനിയുള്ള നടപടികൾ ഉണ്ടാവുക എന്നുള്ളത്. അതിനുശേഷം നമുക്ക്. എനിക്ക് ഭയമുണ്ടോ? ഭയമില്ല. ഭയമുണ്ടെങ്കിൽ ഇങ്ങനെ സംസാരിക്കില്ലല്ലോ. ഭയമില്ല. ഈ തുറന്നു പറച്ചിലിന് ശേഷം ഈ ആരോപണ വിധേയനായ വ്യക്തി വിളിച്ചിട്ടുമില്ല, സംസാരിച്ചിട്ടുമില്ല, അനുനയത്തിനൊന്നുമുള്ള ഒരു നീക്കവും നടത്തിയിട്ടുമില്ല അല്ലേ? ഇല്ല, അങ്ങനെ എനിക്കറിയില്ല. ഞാനിപ്പോൾ മൊബൈൽ നോക്കിയിട്ടില്ല, എനിക്കറിയില്ല. എന്തായാലും അതുവരെ അങ്ങനെ ഒരു ശ്രമങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. മറ്റ് നേതാക്കന്മാരാരെങ്കിലും വിളിച്ചിരുന്നോ? പലരും ഇങ്ങനെ പല രീതിയിലൊക്കെ ബന്ധപ്പെടുന്നുണ്ട്. എന്തെങ്കിലും ആവശ്യമുണ്ടോ അവരുടെ ഭാഗത്തു നിന്ന്? ഇല്ല, അങ്ങനെയല്ല. ഓരോരുത്തരൊക്കെ നമ്മളോട് എന്ത് പറ്റി, എന്താണ് സംഭവം, എന്താണ് പ്രശ്നം എന്നൊക്കെയുള്ള രീതിയിലൊക്കെ അറിയാത്തവരും അറിയുന്നവരും ഒക്കെ നമ്മളെ വിളിക്കുന്നുണ്ട്. അത്രേ ഉള്ളൂ. ശരി, വളരെ നന്ദി റിനി ആൻഡ് ജോർജ് ഞങ്ങളോട് സഹകരിച്ചതിന്. എന്തായാലും പേര് പറയണമോ വേണ്ടയോ എന്നുള്ളത് താങ്കളുടെ ചോയ്സാണ്, താങ്കളുടെ തീരുമാനമാണ്. അതനുസരിച്ച് തന്നെ പോകട്ടെ. എന്തായാലും തുറന്നു പറഞ്ഞത് പലർക്കും വേണ്ടിയാണ് എന്ന് പറയുന്നു. എല്ലാവിധ പിന്തുണയും നൽകുന്നു. താങ്കൾ അനുഭവിച്ച വിഷമം, താങ്കൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകൾ അത് തുറന്നു പറയണം എന്ന് കാണിച്ച ധൈര്യത്തിനെ അഭിനന്ദിച്ചുകൊണ്ട് തന്നെ ഞാൻ നിർത്തുന്നു. വളരെ നന്ദി റിനി ഞങ്ങളോട് സഹകരിച്ചതിന്.
താങ്ക് യു സോ മച്ച്.